ജീവനസ്മരണം ജയ ജയ രാമ രാമ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ. നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യഃ. വാമേ ഭൂമിസുതാ പുരശ്ച ഹനുമാൻ പശ്ചാൽ സുമിത്രാസുത ശത്രുഘ്നോർഭരതശ്ച പാർശ്വദളയോർ വായുവാദികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട്ട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജകോമളരുചിം രാമം ഭജേ ശ്യാമളം. വൈദേഹീ സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സുസ്ഥിതം. അഗ്രേ വാജയതി പ്രപഞ്ചനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം വരദാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം നമൗമി തുഞ്ചത്തെഴുമാര്യപാദം. വാഗർത്താവിവ സംപൃക്തൗ വാഗർത്തപ്രതിപത്തയേ ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ഭക്തജനങ്ങളെ, പുണ്യപ്രദമായിട്ടുള്ള ഈ കർക്കിടക മാസത്തിലെ കടാമ്പുഴ അമ്മയുടെ തിരുസന്നിധിയിലിരുന്നു കൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ മധുരമധുരങ്ങളായിട്ടുള്ള കഥകൾ പറയുവാനും കേൾക്കുവാനുമുള്ള അവസരം നമുക്ക് വീണ്ടും ഇവിടെ വന്നു ചേർന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ ഇവിടെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ മഹത്വം, വ്രതങ്ങൾ, വ്രതാനുഷ്ഠാനങ്ങൾ, ഇവയുടെയൊക്കെ പ്രാധാന്യം, കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യം, അതേപോലെ തന്നെ പിടിച്ചുപറിക്കാരനായിട്ടുള്ള രത്നാകരൻ രാമനാമം ജപിച്ച് വാൽമീകിയായി തീർന്നിട്ടുള്ള പുണ്യപ്രദമായിട്ടുള്ള ചരിത്രം, വാൽമീകി മഹർഷി രാമായണം എഴുതാനുണ്ടായ കാരണം, അങ്ങനെ 24,000 ശ്ലോകങ്ങളിലായി 6 കാണ്ഡങ്ങളിലായി ബ്രഹ്മദേവൻ്റെ നിർദ്ദേശപ്രകാരം രാമായണം എഴുതി എന്നുള്ള ചരിത്രം, അതിൻ്റെ സംഗ്രഹമാണ് അധ്യാത്മരാമായണം. അധ്യാത്മരാമായണവും വാൽമീകി രാമായണവും തമ്മിലുള്ള വ്യത്യാസം, അധ്യാത്മരാമായണത്തിൻ്റെ മഹിമകൾ, വാൽമീകി രാമായണത്തിൻ്റെയും അധ്യാത്മരാമായണത്തിൻ്റെയും മാഹാത്മ്യങ്ങൾ, സ്കന്ദപുരാണത്തിലും ബ്രഹ്മണ്ഡപുരാണത്തിലും പറഞ്ഞ വസ്തുതകൾ, ഇതൊക്കെ നമ്മൾ ഇന്നലെ ഇവിടെ അനുസ്മരിക്കുകയുണ്ടായി. പിന്നെ ആ അധ്യാത്മരാമായണത്തെയാണ് പരമഭാഗവതോത്തമനായ തുഞ്ചത്തെഴുത്തച്ഛൻ കിളിപ്പാട്ട് രൂപത്തിൽ നമുക്ക് വിവർത്തനം ചെയ്ത് പരിചയപ്പെടുത്തി തന്നത്. അതാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യവും നമ്മളവിടെ സൂചിപ്പിച്ചു. അതിൽ നമ്മൾ ആദ്യം തന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ ഭഗവാന്റെ തിരുനാമത്തിൻ്റെ അപാരമായിട്ടുള്ള മഹിമയെ കീർത്തിച്ചുകൊണ്ടാണ് ഈ രാമായണം ആരംഭിക്കുന്നത് തന്നെ. ഇഷ്ടദേവതാ വന്ദനം നിർവഹിക്കുകയാണ് ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളിലായിട്ട്. അത് മൂലത്തിൽ, അധ്യാത്മരാമായണം മൂലത്തിൽ കാണില്ല. കാരണം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഭാവന ഇഷ്ടദേവന്മാരെ വന്ദിക്കുകയാണ്. ആദ്യം നമ്മൾ ഇന്നലെ ഇവിടെ ഒരു ഇഷ്ടദേവനെ വന്ദിച്ചു, ഗണപതിയെ വന്ദിച്ചു കഴിഞ്ഞു.
നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആദ്യം സ്മരിക്കേണ്ട ദേവനാണ് ഗണനായകൻ, ഗണേശൻ, ശ്രീഗണപതി. ഗണപതിയുടെ അനുഗ്രഹമുണ്ടായാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ വിഘ്നമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അപ്പോൾ അതിന് നമ്മൾ കാരണനായ ഗണനായകൻ, ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി, ശിവശക്തി സംഭവൻ, ദേവൻ, വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ എന്ന ആ ഗണപതി വന്ദനം പറഞ്ഞ് അതിനെ വിശദീകരിക്കുകയുണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. ഇനി നമുക്ക് അടുത്തതായിട്ട് തുഞ്ചത്തെഴുത്തച്ഛൻ ആരെയാണ് വന്ദിക്കുന്നത്? സരസ്വതീ മാതാവിനെയാണ്. വാഗ്ദേവതയായിട്ടുള്ള സരസ്വതീ മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടായാലേ നമുക്ക് വാക്പ്രഭാവം ഉണ്ടാവുള്ളൂ. അതിനെ സരസ്വതിയെ വന്ദിക്കുകയാണ്. സരസ്വതി ആരാണ്? വാക്കിൻ്റെ അതിദേവത എന്ന് പറഞ്ഞല്ലോ. സർവേശ്വരിയായിട്ടുള്ള മൂലപ്രകൃതിയായിട്ടുള്ള ദേവിയുടെ അവതാരമാണ് സരസ്വതി. ലക്ഷ്മി, ഗംഗ, ദുർഗ, കാളി സുരഭി മുതലായിട്ടുള്ളവരൊക്കെ തന്നെ. അതൊക്കെ നമുക്ക് ദേവീ ഭാഗവതം വായിക്കുമ്പോൾ ഓരോ പല അധ്യായങ്ങളിലായിട്ട് വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഈ ദേവിയുടെ മൂലപ്രകൃതിയായിട്ടുള്ള ദേവിയുടെ അംശാവതാരങ്ങളെ, കലാവതാരങ്ങളെ, പൂർണ്ണാവതാരങ്ങളെ ഒക്കെ പറയുന്നുണ്ട്. ഭഗവാൻ നാരായണൻ എപ്രകാരമാണോ ദുഷ്ടനിഗ്രഹത്തിനു വേണ്ടി, ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടി അവതാരങ്ങൾ എടുത്തത്, അതേപോലെ മഹാദേവൻ ദുഷ്ടന്മാരെ സംഹരിക്കുവാൻ വേണ്ടി അവതരിച്ച് ശിവലിംഗ രൂപത്തിൽ പ്രതിഷ്ഠിതനായത്, അതേപോലെ സർവേശ്വരിയായിട്ടുള്ള ദേവിയും തന്നെ പലതായി തീർന്ന് പല കാര്യങ്ങളും നിർവഹിച്ചു വരികയാണ്. അതിലൊന്നാണ് സരസ്വതീ മാതാവ്. വാണിയിടുക നാരദമെന്നുടെ നാവു തന്മിൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. നമുക്ക് വാഗ്വൈഭവം ഉണ്ടാവണമെങ്കിൽ, വാക്പ്രസാദം ഉണ്ടാവണമെങ്കിൽ സരസ്വതീ മാതാവിൻ്റെ അനുഗ്രഹം കൂടിയേ കഴിയൂ. അപ്പോൾ എന്താണ് ഇവിടെ? എൻ്റെ നാവിലെല്ലാ സമയത്തും ഇതാ ഭഗവാൻ രാമചന്ദ്രസ്വാമിയുടെ ആ മാഹാത്മ്യവും കഥയുമാണ് പറയാൻ പോകുന്നത്. ഒരു തടസ്സവുമില്ലാതെ അതിനെൻ്റെ നാവിൽ എന്ത് ചെയ്യണം? അവിടുന്ന് വന്ന് പ്രസാദിക്കണം. അവിടുന്ന് എങ്ങനെയുള്ളവളാണ്? വാണിമാതാവേ. വാണി എന്ന് വെച്ചാൽ എന്താണ്? അക്ഷരം. അക്ഷരങ്ങളുടെയൊക്കെ മാതാവാണ്. വർണ്ണവിഗ്രഹേ. ദേവിയുടെ സ്വരൂപം എന്താണ്? വർണ്ണം. വർണ്ണം എന്ന് വെച്ചാൽ അക്ഷരം. അക്ഷരസ്വരൂപിണിയാണ് സരസ്വതീ മാതാവ്. പിന്നെന്താണ്? വേദാത്മികേ. വേദസ്വരൂപിയാണ്. നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യുക ഏണാങ്കാനനേ യഥാ കാനനേ ദിഗംബരൻ. എൻ്റെ നാവിൽ വന്ന് സദാസമയവും അവിടുന്ന് നൃത്തം ചെയ്യണം. എപ്രകാരം? അതിനൊരു ഉദാഹരണം പറയുകയാണ്. നമ്മൾ കാട്ടിൽ എപ്രകാരമാണോ വസ്ത്രമില്ലാത്ത ഒരാൾ യാതൊരു മടിയും കൂടാതെ എങ്ങനെ വന്ന് നൃത്തം ചെയ്യുന്നത്? അപ്പോൾ അത് ദിഗംബരൻ എന്ന് വെച്ചാൽ മഹാദേവനാണ്. ആ മഹാദേവൻ്റെ താണ്ഡവ നൃത്തമുണ്ടല്ലോ, അതേപോലെ എൻ്റെ നാവിൽ വന്ന് അവിടുന്ന് വിളയാടി നൃത്തം ചെയ്യണം. വാരിജോത്ഭവ മുഖ വാരിജവാസേ ബാലേ. വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ. അവിടെ വീണ്ടും സരസ്വതീ മാതാവിൻ്റെ വിശേഷണം പറയുകയാണ്. ഇങ്ങനെയുള്ളവളാണ് സരസ്വതീ മാതാവ്. വാരിജോത്ഭവ മുഖ വാരിജവാസേ. വാരിജോത്ഭവൻ എന്ന് വെച്ചാൽ ആരാണ്? താമരയിലുണ്ടായത് ബ്രഹ്മദേവൻ. ആ ബ്രഹ്മദേവൻ്റെ മുഖത്ത് നിന്നാണ് സരസ്വതി ഉണ്ടായിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെയുള്ള അല്ലയോ ദേവി, എപ്രകാരമാണോ സമുദ്രത്തിൽ തിരമാലകൾ വന്ന് അടിക്കുന്നത്, അതേപോലെ എൻ്റെ മനസ്സിലെ അക്ഷരങ്ങളെ, പദങ്ങളങ്ങനെ തോന്നണം. ഭാരതി. ഭാരതി എന്ന് വെച്ചാലും തന്നെ സരസ്വതിയുടെ വേറൊരു പര്യായമാണ്. അതേപോലെ പാരാതൽക്ഷണം മേന്മേൽ വങ്കലശീലേ. എന്താണ് ഈ സരസ്വതി എന്ന പദത്തിനർത്ഥം? നിങ്ങൾ ദേവി ഭാഗവതം കേൾക്കുന്നവരാണല്ലോ. അവിടെ പറയുന്നുണ്ട്, യാവസേൽ പ്രാണിജിഹ്വാസു സദാവാഗു പ്രവർത്തനാൽ സരസ്വതീതി നാമ്നേയം സമാജ്ഞാതാമഹർഷിബി. എല്ലാ ജീവജാലങ്ങളുടെയും നാവിൽ സ്ഥിതി ചെയ്ത് വാഗ്ദേവതയായി വാക്ക് നൽകുന്നതിനാൽ ഋഷിമാർ സരസ്വതി എന്ന് ആ ദേവിക്ക് പറയപ്പെടുന്നു. ഇത് ഭരദ്വാജ സ്മൃതിയിലുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ. അതിനെ ആ ഭരദ്വാജ സ്മൃതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം വേദവ്യാസ മഹർഷി ദേവീഭാഗവതത്തിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അങ്ങനെ സരസ്വതി മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഇനി ആരെയാണ് പ്രാർത്ഥിക്കുന്നത്? വീണ്ടും വിഷ്ണു ഭഗവാനെ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണു എന്ന ശബ്ദത്തിന് അർത്ഥം എന്താണ്? വ്യവേഷ്ടി വ്യാപ്നോതി ചരാചരാത്മകം ജഗത്ത്. ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ശക്തിവിശേഷം എന്നാണ് വിഷ്ണു എന്ന ശബ്ദത്തിനർത്ഥം. വിഷ്ണു സഹസ്രനാമം ആരംഭിക്കുന്നത് തന്നെ എങ്ങനെയാണ്? വിശ്വം വിഷ്ണുർവഷത്കാരോ. വിശ്വം, ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ശക്തിവിശേഷം എന്നാണ് വിഷ്ണു എന്ന ശബ്ദത്തിന് അർത്ഥം വരുന്നത്. ആ ഭഗവാൻ ഇങ്ങനെയുള്ള ആളാണ്. കംസാദികളായ ദുഷ്ടന്മാരെ സംഹരിക്കുവാൻ ഈ ബ്രഹ്മാദികളായ ദേവന്മാരുടെ പ്രാർത്ഥന പ്രകാരം ആ ഭഗവാൻ വസുദേവൻ്റെയും ദേവകിയുടെയും പുത്രനായിട്ട് ശ്രീകൃഷ്ണൻ എന്ന പേരിൽ അവതരിച്ചു. അങ്ങനെയൊക്കെയുള്ള വിഷ്ണു ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കണം. ഇത് മുഴുവൻ കേൾക്കാനും നമുക്കത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട്. ഇനി ആരെയാണ് നമസ്കരിക്കുന്നത്? വേദവ്യാസ മഹർഷി. വേദവ്യാസ മഹർഷിയും വാൽമീകി മഹർഷിയുമാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രതിഷ്ഠാപകന്മാർ. ഇവിടെ 4 വരികളിൽ കൂടെ പറയാണ്: വിഷ്ണുജോത്ഭവസുതാനന്ദനപുത്രൻ വ്യാസൻ. വ്യാസൻ എങ്ങനെയുള്ള ആളാണ്? വിഷ്ണുജോത്ഭവസുതനന്ദനപുത്രൻ. വിഷ്ണുവിൽ നിന്ന് ഉത്ഭവിച്ചതാരാണ്? ബ്രഹ്മദേവൻ. ബ്രഹ്മദേവനിൽ നിന്ന് ഉത്ഭവിച്ചതാരാണ്? വസിഷ്ഠ മഹർഷി. വസിഷ്ഠ മഹർഷിയുടെ പുത്രനാണ് ആര്? ശക്രി മഹർഷി. ആ ശക്രി മഹർഷിയുടെ പുത്രനാണ് പരാശരൻ. ആ പരാശരൻ്റെ പുത്രനാണ് വ്യാസൻ. അപ്പം അത്രയും പരമ്പര ഈ പറഞ്ഞ വരികളിൽ പറഞ്ഞു. വിഷ്ണുജോത്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ. വ്യാസൻ്റെ പരമ്പരയാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള വേദവ്യാസ മഹർഷി വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ. സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് ആരായിട്ട് പിറന്നിട്ടുള്ളത്? വേദവ്യാസനായിട്ടുള്ളത്. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമ എന്നാണ് വേദവ്യാസനെ കുറിച്ചുള്ള ധ്യാന ശ്ലോകം തന്നെ. നമസ്തുതേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരബിന്ദായതപത്രനേത്ര എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഗീതയുടെ കാമുകത്തിലെ വേദവ്യാസനെ കുറിച്ച് പറഞ്ഞത്. വിഷ്ണുതന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. ഈ രാമായണം വേണ്ട പോലെ നമുക്ക് പറയുവാനും കേൾക്കുവാനും ആ വേദവ്യാസ മഹർഷിയുടെ കൂടി അനുഗ്രഹം നമുക്കുണ്ടാവണം. അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ്? വിഷ്ണുതന്മായ ഗുണചരിത്രമെല്ലാം കണ്ട ഭഗവാന്റെ മായയാണ് ഈ ലോകത്തിലെല്ലാം കാണുന്നത്. വിഷ്ണോർമായ ഭഗവതീയയാ സമ്മോഹിതം ജഗത്ത്. നമുക്ക് ഞാൻ എന്ന തോന്നല്, എൻ്റേതെന്ന തോന്നല്, കാമക്രോധങ്ങള്, ലോപമോഹങ്ങള്, അഹന്ത മമതകള് ഒക്കെ ഉണ്ടാവുന്നത് എന്താണ്? ആ മായയിൽ നിന്നാണ്. ഭഗവാന്റെ മായയിൽ നിന്നാണ് അതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എത്ര വിവരമുള്ള ആളുകളുടെ മനസ്സിനെ പോലും ആ മായ മോഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ മായയുടെ വൈഭവത്തെ മുഴുവൻ തന്നെ വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ആര്? വേദവ്യാസൻ. അതാണ് പുരാണങ്ങളിൽ കൂടെ, ഉപപുരാണങ്ങളിൽ കൂടെ, മഹാഭാരതത്തിൽ കൂടെ ഒക്കെ വ്യാസൻ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ എങ്ങനെയുള്ളതാണ്? വേദവ്യാസനൊരു പേരും കൂടിയുണ്ട്, കൃഷ്ണനാം കൃഷ്ണദ്വൈപായനൻ എന്നാണ് വേദവ്യാസൻ്റെ ശരിയായിട്ടുള്ള പേര്, കൃഷ്ണദ്വൈപായനൻ. പിന്നെ വ്യാസൻ എന്നുള്ള പേര് വന്നത് എങ്ങനെയാണ്? വേദങ്ങളെ പകുത്ത് 4ആക്കി പകുത്തതിൻ്റെ ഫലമായിട്ടാണ് വേദവ്യാസൻ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്? പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. പുരാണങ്ങളുടെ കർത്താവാണ്. നമ്മൾ ഇന്നലെ പുരാണങ്ങൾ പറഞ്ഞു. വേദോപനിഷത്തുക്കളാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളെങ്കിലും അത് പ്രചരിക്കുന്നതും നിലനിൽക്കുന്നതും വ്യാപിക്കുന്നതും പുരാണേതിഹാസങ്ങളിൽ കൂടെയാണ്. അത്രയധികം പ്രാധാന്യമാണ് ഇതിനുള്ളത് പുരാണങ്ങൾക്ക്. എത്ര പുരാണാണ്? 18 പുരാണം. 18 പുരാണത്തിൻ്റെയും പേരറിയോ? ഒരൊറ്റ ശ്ലോകത്തിൽ അതിൻ്റെ പേര് പറയുന്നുണ്ട്. മദ്വയം ബദ്വയം ചൈവ ഭ്രത്രയം വചതുഷ്ടയം അനാപലിംഗകൂസ്കാനാം പുരാണാനി പ്രജക്ഷതേ. 18 പുരാണത്തിൻ്റെ പേര് ഈ ചെറിയ ശ്ലോകത്തിൽ പറഞ്ഞു. മദ്വയം, മാ എന്നുള്ള അക്ഷരം കൊണ്ട് തുടങ്ങുന്ന 2 പുരാണങ്ങളുണ്ട് നമുക്ക്. ഏതൊക്കെ അറിയോ നിങ്ങൾക്ക്? മത്സ്യപുരാണം.
ഇപ്പോൾ ദേവീ മഹാത്മ്യം നമ്മൾ വായിക്കുന്നുണ്ട്. ദേവീ മഹാത്മ്യം ഏതു പുരാണത്തിൽ അന്തർഗതമാണ്? മാർക്കാണ്ഡേയ പുരാണത്തിൽ. ഓരോ അധ്യായത്തിൻ്റെ അവസാനം പറയാറുണ്ടല്ലോ, മാർക്കാണ്ഡേയ പുരാണേ ദേവീ മഹാത്മ്യം നാമ ദശമോധ്യായ അല്ലെങ്കിൽ ഏകാദശോധ്യായ എന്ന് പറഞ്ഞ് അവസാനിക്കേണ്ടതല്ലോ. അപ്പോൾ 2 പുരാണം പറഞ്ഞു. ഇനി മദ്വയം, ബദ്വയം, ബ എന്നുള്ള അക്ഷരം കൊണ്ട് തുടങ്ങുന്ന 2 പുരാണങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഭാഗവത പുരാണം, ഭവിഷ്യൽ പുരാണം. ബ എന്നുള്ളത് കൊണ്ട് ഭവിഷ്യൽ പുരാണം. പിന്നെയോ ബ്രത്രയം, ബ്ര എന്നുള്ള അക്ഷരം കൊണ്ട് തുടങ്ങുന്ന 3 പുരാണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ബ്രഹ്മാണ്ഡ പുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം, ബ്രാഹ്മപുരാണം. അപ്പോൾ 3 2 5 2 7 പുരാണങ്ങളുടെ പേര് പഠിച്ചു. ഇപ്പോൾ നമ്മൾ ഇനി എത്രയാണ്? ഇനി ചതുഷ്ടയം, വ എന്നുള്ള അക്ഷരം കൊണ്ട് തുടങ്ങുന്ന 4 പുരാണങ്ങളുണ്ട്. ഏതൊക്കെ പറയുക? ഞങ്ങളിപ്പോൾ കുറേ കാലങ്ങളായിട്ടില്ല ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടേ. വ എന്നുള്ള അക്ഷരം കൊണ്ട് വിഷ്ണു പുരാണം കേട്ടിട്ടുണ്ടാവും, വരാഹപുരാണം, വാമന പുരാണം, വായു പുരാണം. നമ്മൾ ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും വായിച്ചില്ലെങ്കിലും ഇതിൻ്റെ പേരെങ്കിലും നമ്മളൊന്ന് കേട്ടുമുട്ടിയിരിക്കണ്ടേ. ചതുഷ്ടയം. അപ്പോൾ 7 4 11 ഇനിയുണ്ട് 7 പുരാണങ്ങൾ. അതേതൊക്കെയാണ്? അനാപലിംഗകൂസ്കാനാം പുരാണാനി പ്രജക്ഷതേ. എന്നുള്ള അക്ഷരം കൊണ്ടൊരു പുരാണമുണ്ട്. അതൊക്കെല്ലാം പറയാൻ പറ്റുമോ? അഗ്നി പുരാണം കേട്ടോ, അഗ്നി പുരാണം. ഇതൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. സയൻസും ശാസ്ത്രങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഇതൊക്കെ. പിന്നെ ന എന്നുള്ള അക്ഷരം കൊണ്ടൊരു പുരാണമുണ്ട്. അതേതാണെന്നറിയോ? നാരദ പുരാണം. പ എന്നുള്ള അക്ഷരം കൊണ്ടൊരു പുരാണമുണ്ട്. അതേതാണെന്ന് അറിയൂ നിങ്ങൾക്ക്? പത്മപുരാണം. ഇപ്പം നമ്മൾ ഭാഗവതം സപ്താഹമുണ്ടെങ്കിൽ തലേ ദിവസം മഹാത്മ്യം ഉണ്ടാവും. ആ മഹാത്മ്യം ഏതിലാണ്? പത്മപുരാണത്തിൽ. അനാപലിംഗ ഗ എന്നുള്ള അക്ഷരം കൊണ്ടൊരു പുരാണമുണ്ട്. ഏതാണ്? ഗരുഡ പുരാണം. അനാപലിംഗ കൂസ്കാനാം, സ്ക എന്നുള്ള അക്ഷരം കൊണ്ടൊരു പുരാണമുണ്ട്. സ്കന്ദപുരാണം. ഏറ്റവും അധികം ശ്ലോകസംഖ്യയുള്ളതാണ് സ്കന്ദപുരാണം. 81,100 ശ്ലോകങ്ങൾ. അപ്പോൾ അനാപലിംഗ കൂസ്കാനാം പുരാണാനി പ്രജക്ഷതേ. ഇതാണ് 18 പുരാണങ്ങൾ. ഇതേപോലെ തന്നെ 18 പുരാണങ്ങളുമുണ്ട്, ഉപപുരാണങ്ങളുമുണ്ട്. ഇപ്പോൾ നവരാത്രിക്ക് ദേവീ ഭാഗവതം നവാഹായിട്ട് ഇവിടെ കേൾക്കുന്നുണ്ടാവും നിങ്ങൾ. ദേവീ ഭാഗവതം ഉപപുരാണാണ്. അതേപോലെ ഗണേശപുരാണം ഉപപുരാണമാണ്. 18 ഉപപുരാണങ്ങളുണ്ട്. ഒക്കെ പുരാണങ്ങളുടെ പ്രാധാന്യം അവയ്ക്കൊക്കെ ഉണ്ട്. ഇനി അപ്പം അങ്ങനെയൊക്കെയുള്ള പുരാണങ്ങൾ, ഇതിഹാസ ഗ്രന്ഥം, മഹാഭാരതം, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് ആരാണ്? വേദവ്യാസ മഹർഷി. ആ വേദവ്യാസ മഹർഷിയുടെ ജന്മദിനമാണ് നമ്മൾ ഗുരുപൗർണമിയായിട്ട് ആചരിച്ചു വരുന്നത്. ഈ ജൂലൈ 28 തോന്നുന്നുണ്ട്. അപ്പോൾ വേദവ്യാസൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ. ഇനി നമുക്ക് ആരുടെ അനുഗ്രഹം വേണ്ടത്? വാൽമീകി മഹർഷിയുടെ അനുഗ്രഹം വേണം. രാമായണം 24,000 ശ്ലോകങ്ങളായിട്ട് എഴുതിയത് വാൽമീകിയാണല്ലോ. നാൻമറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു. മറ എന്ന് വെച്ചാൽ എന്താണ്? വേദം. വേദതുല്യമായിട്ടുള്ള രാമായണം നിർമ്മിച്ചത് ഹേതുവായിട്ട് നാൻമുഖൻ ബ്രഹ്മദേവന് കൂടി ബഹുമാനമായി. എന്നിട്ടെന്താണ്? അപ്പം അങ്ങനെയൊക്കെയുള്ള വാൽമീകി കവിശ്രേഷ്ഠൻ മഹാമുനി ഞങ്ങളെ അനുഗ്രഹിക്കണം, ഭംഗിയായിട്ട് ഇത് കേൾക്കാനും പറയാനും എന്ന് പറഞ്ഞ് നമസ്കരിക്കുകയാണ്. ഇനി മഹാദേവനെ നമസ്കരിക്കുകയാണ്. മഹാദേവൻ എന്താ ചെയ്യണത്? രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ. മഹാദേവൻ കൈലാസത്തിൽ പാർവതീ മാതാവിനോടുകൂടി ഇരുന്നു കൊണ്ട് സദാസമയവും രാമ 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 എന്നുള്ള ഭഗവാന്റെ ആ താരക ബ്രഹ്മമന്ത്രമാണ് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള മഹാദേവൻ മാമകേ മനസ്സി വാണിയിടുവാൻ വന്നിക്കുന്നേൻ. അപ്പം ഇങ്ങനെ ഓരോരുത്തരെയും
അനവധി ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ പറഞ്ഞാൽ അവസാനിക്കില്ല. 2 or 3 പേജുകളെയാണ് വായിച്ച് അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വിശദീകരണത്തിൽ എനിക്ക് കിടക്കുന്നില്ല. സാമാന്യമായിട്ടാണ് ഇനി ചില കാര്യങ്ങൾ പറയുന്നുള്ളൂ. പിന്നെ മഹാബ്രാഹ്മണരുടെ പറയുകയാണ്, ആ കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാംബുജലീനപാം സുസഞ്ചയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. നമ്മുടെ മനസ്സിലെ ചളി, ഇപ്പം കണ്ണാടിയിൽ ചളി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുഖം നോക്കിയാൽ കാണില്ല. അത് തുടച്ചു വൃത്തിയാക്കി തെളിവുണ്ടെങ്കിലേ കാണുള്ളൂ. അപ്പോൾ ആ ചേതോ നമ്മുടെ മനസ്സാകുന്ന കണ്ണാടിയുടെ മാലിന്യങ്ങളൊക്കെ ഇല്ലാതാക്കി അതിനെ ശുദ്ധീകരിക്കുവാൻ ഇതാ ഈ മഹാബ്രാഹ്മണരുടെ ചരണങ്ങളെ ഞാൻ നമസ്കരിക്കണമെന്ന് പറയുകയാണ്. അവരെങ്ങനെയുള്ളവരാണ്? വേദജ്ഞന്മാരാണ്. വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം. ആ വേദം പഠിച്ച് അത് കൈകാര്യം ചെയ്യുന്ന അവരുടെ മാഹാത്മ്യത്തെ ആർക്കും പറയാൻ സാധിക്കുകയില്ല. വേദമാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ബീജം, നമ്മുടെ ആദിമ ഗ്രന്ഥങ്ങളാണ്. എന്താ വേദം എന്ന് വെച്ചാൽ അർത്ഥം അറിവ് എന്നർത്ഥം. വേദിന്തേ ധർമാദയ പുരുഷാർത്ഥാഹ യൈഹി തേ വേദാഹ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം മുതലായ പുരുഷാർത്ഥങ്ങൾ ഏതൊന്നുകൊണ്ടാണോ അറിയാനും പ്രാപിക്കാനും സാധിക്കുക അതിനെയാണ് വേദം എന്ന് പറയുക. ആ വേദം പഠിച്ചിട്ടുള്ളവരാണ് ബ്രാഹ്മണർ. അപ്പോൾ വേദജ്ഞന്മാരായിട്ടുള്ള അവരെ ഞാൻ നമസ്കരിക്കുന്നു. പിന്നെ വേദാന്താദി വിദ്യകളെല്ലാം ചേതസീ തെളിഞ്ഞ് ഉടനാവോളം വസി തുണയ്ക്കേണം. പിന്നെ ആരൊക്കെയാണ് എന്നെ നമ്മളെ സഹായിക്കേണ്ടത്? ഇത് കേൾക്കുവാൻ, കേട്ട് മനസ്സിലാക്കുവാൻ വേദങ്ങൾ, 4 വേദങ്ങൾ, ഹൃക്കയജുസ്, സാമം, അഥർവം. ആ വേദങ്ങളുടെയൊക്കെ ദേവതകൾ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിന്നെ വേദാംഗങ്ങൾ, 6 വേദാംഗങ്ങൾ. ഇതൊക്കെ 6 വേദാംഗങ്ങൾ: ഛന്ദസ്, നിരുക്തം, കൽപ്പം, വ്യാകരണം, ജ്യോതിഷം മുതലായിട്ടുള്ളതാണ് 6 വേദാംഗങ്ങൾ. എന്നാലും നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. അതുമാതിരി വേദാന്തം, ആ വേദാന്താദി വിദ്യകൾ. വേദാന്താദി വിദ്യകളെന്ന് വെച്ചാൽ തർക്കം, ന്യായം, വൈശേഷികം, മീമാംസ, വേദാന്തം മുതലായിട്ടുള്ള 6 ശാസ്ത്രങ്ങൾ. അതൊക്കെ നമ്മളെ സഹായിക്കണം ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുകയാണ്. ഇനിയും തന്നെ ഓരോ ദേവന്മാർ, ഇന്ദ്രൻ, അതേപോലെ തന്നെ വരുണൻ, യമൻ, കുബേരൻ, വായു, ചന്ദ്രദേവൻ, വീണ്ടും ഗണപതിയെ നമസ്കരിക്കണു. ആ സുബ്രഹ്മണ്യദേവൻ, ഗ്രഹങ്ങളുടെയൊക്കെ അധിപതിയായിട്ടുള്ള സൂര്യദേവൻ, ഇവരെയൊക്കെ തന്നെ അകമേ സുഖമേ ഞാനനിശം വന്ദിക്കുന്നേൻ. അവരുടെയൊക്കെ അനുഗ്രഹമുണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് നമസ്കരിക്കാം. നമസ്കരിച്ച പോലെ നമുക്കും നമസ്കരിക്കാം. ഇനി ആരെയാണ് നമസ്കരിക്കുന്നത്? തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ജ്യേഷ്ഠനെ നമസ്കരിക്കുന്നു. രാമൻ എന്നു പേരായിട്ടുള്ള തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ആചാര്യനെ നമസ്കരിക്കുന്നു. ഇനി ആചാര്യന്മാരായിട്ട് ആരുണ്ടോ അവരെയൊക്കെ നമസ്കരിക്കുകയാണ്. കാരണം നാരായണ സമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭഗവാൻ അങ്ങോട്ട് തുടങ്ങി, ശങ്കരാചാര്യരും ഇതെല്ലാം അങ്ങോട്ട് തുടങ്ങി അനവധി ആചാര്യന്മാരും ഗുരുനാഥന്മാരുമാണ് നമുക്കുള്ളത്. അവരെയൊക്കെ നമസ്കരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ആ രാമായണത്തിൻ്റെ മാഹാത്മ്യം ഇവിടെ പറയാണ്, വീണ്ടും പറയാണ്. ഈ രാമായണം എന്നത് പണ്ട് ബ്രഹ്മാവിനാൽ വിരചിതമായതാണ്. അത് എത്ര കോടിയാണ്? 100 കോടി ഗ്രന്ഥമുണ്ട്. 100 കോടി ഗ്രന്ഥങ്ങളാണ് രാമായണത്തിലുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം ഉണ്ട് എന്ന്. എന്നാൽ ഇല്ലിതു ഭൂമി തന്നിൽ, അതൊന്നിപ്പം ഭൂമിയിൽ നിലവിലില്ല. നമ്മൾ പറയുന്നത് വാൽമീകി മഹർഷി രചിച്ച 24,000 ശ്ലോകങ്ങളുള്ള രാമായണത്തിനെ കുറിച്ചാണ് അറിയുന്നുള്ളൂ. അത് ഇന്നലെ പറഞ്ഞു. അപ്പം മറ്റ് രാമായണങ്ങളൊക്കെ എവിടെയൊക്കെയാണ്? മറ്റത് അന്യലോകങ്ങളിലാണ്. ആ രാമനാമം ജപിച്ച് സിദ്ധി വന്നിട്ടാണല്ലോ വാൽമീകി രത്നാകരൻ വാൽമീകിയായി തീർന്നത്. ബ്രഹ്മദേവൻ്റെ നിർദ്ദേശപ്രകാരം അത് എഴുതുന്നു. അതേപോലെ തന്നെ വാണിയും വാൽമീകി തന്നാവിന്മേൽ
വാണിയിടിനാൻ സരസ്വതീ ദേവി വാൽമീകിയുടെ നാവിൽ വന്ന് വിളയാടുന്നു. എന്നിട്ട് അതങ്ങനെ പിന്നീട് അദ്ദേഹം ആ ഭഗവത് കഥകൾ അങ്ങനെ പറയണു. ഇനി രാമായണത്തിൻ്റെ സ്ഥിതി എന്താണ്? അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യമീതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. ഇത് ആധ്യാത്മിക തത്വത്തെ പ്രകാശിപ്പിക്കുന്നതാണ്. പ്രദീപകം എന്ന് വെച്ചാലോ വിളക്ക് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അത് മൃത്യുശാസന പ്രോക്തം. മൃത്യുശാസനം എന്ന് വെച്ചാൽ ആരാണ്? സാക്ഷാൽ മഹാദേവൻ. മൃത്യുവിനെപ്പോലും മരണത്തെപ്പോലും യമനെപ്പോലും തോൽപ്പിക്കുകയുണ്ടായി. ആ മാർക്കാണ്ഡേയന് 12 വയസ്സ് പ്രായത്തിൽ യമൻ വന്ന് ആയുസ് അവസാനിപ്പിക്കാൻ വേണ്ടി യമഭടന്മാരെ പറഞ്ഞയച്ച് രക്ഷയില്ല. യമൻ വന്ന് പിടിച്ചപ്പോൾ എന്താ ഉണ്ടായത്? ആ ശിവലിംഗം കെട്ടിപ്പിടിച്ച് ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമബന്ധനാൽ മൃത്യോർ മുക്ഷീയമാമൃതാൽ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പിടിച്ചിരുന്നു ആ കുട്ടി. അപ്പോൾ യമനും തന്നെ അവിടേക്ക് അടുക്കാൻ പറ്റണില്ല. അപ്പോഴേക്കതാ മഹാദേവൻ തന്നെ യമനെ വന്ന് ആട്ടിയകറ്റുന്നു, യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നു. അപ്പം മൃത്യുശാസനനാണ്. മൃത്യുശാസനം വെച്ചാൽ മൃത്യുവിനെപ്പോലും, മൃത്യു എന്ന് വെച്ചാൽ മരണം, യമനെപ്പോലും ശാസനം ചെയ്തിട്ടുള്ളവനാണ് ആര്? മഹാദേവൻ. അപ്പം മഹാദേവൻ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് ഈ അധ്യാത്മരാമായണം. ഇതെന്താണ്? അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസദ്ധികൃതം ഈ ജന്മം കൊണ്ടേ. ഭക്തിസതയോടുകൂടി ആരാണോ ഇത് കേൾക്കുന്നത്, വായിക്കുന്നത്, അവർക്ക് ആ സർവോത്കൃഷ്ടമായിട്ടുള്ള ഭഗവാന്റെ പദത്തെ, മുക്തിയെ പ്രാപിക്കാൻ സാധിക്കും. യാതൊരു സംശയവുമില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? ഭക്തിയോടുകൂടി ആ രാമായണത്തെ കേൾക്കുക. ഇനി ഈ മാഹാത്മ്യത്തിൻ്റെ അവസാനത്തിലായിട്ട് ഒരു 10 വരി പറയുന്നുണ്ട് ധാത്രീഭാരത്തെ തീർപ്പാൻ തൊട്ടിട്ട്. രാമകഥ മുഴുവൻ തന്നെ, രാമായണ കഥ മുഴുവൻ തന്നെ ആ വരികളിൽ കൂടെ സംഗ്രഹിച്ചിട്ടുണ്ട്. ആ വരി ശരിക്ക് അധ്യാത്മരാമായണം മൂലം സംസ്കൃതമുണ്ടല്ലോ, അതിൻ്റെ ആദ്യത്തിലുള്ള ശ്ലോകമാണ്. യ പൃഥ്വീപരവാരണായ ദിവിജയീ സംപ്രാർത്ഥിതശ്ചിന്മയ നില ചൊല്ലിയതാണ്. ജഗതിം തം ജാനകീശം ഭജേ എന്നവസാനിക്കുന്ന ശ്ലോകത്തിൻ്റെ വിവർത്തനമാണ് ഈ ശ്ലോകം. ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്വസ്ത്രം ചെയ്തതു മൂലം ദുഗ്ധാബ്ധിമധ്യേ ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. നാരായണൻ എങ്ങനെയാണ്? ആ അനന്തനാകുന്ന മെത്തമേലെ ആ പാലാഴിയിലങ്ങനെ യോഗനിദ്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മാദികളായിട്ടുള്ള ദേവന്മാരുടെ പ്രാർത്ഥന പ്രകാരം ഈ രാവണാദികളായ ദുഷ്ടന്മാരെ സംഹരിച്ച് ഭൂമിഭാരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് മാർത്താണ്ഡകുലത്തിൽ, അതായത് സൂര്യവംശത്തിൽ ദശരഥൻ്റെ പുത്രനായിട്ട് പിറന്നത്. ആ രാവണാദികളെയൊക്കെ വധിച്ച് ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. അങ്ങനെ അവതരിച്ച് രാവണാദികളെ വധിച്ച് ധർമ്മസംസ്ഥാപനം നിർവഹിച്ച് ആ അവതാരകാര്യങ്ങളൊക്കെ പരിസമാപ്തമാക്കി സ്വധാമമായിട്ടുള്ള വൈകുണ്ഠത്തെ ഈ ഭഗവാൻ പ്രാപിച്ചു. ഈ ഭഗവാൻ എങ്ങനെയുള്ളവനാണ്? വേദാന്തവാക്യവേദ്യനാം. വേദാന്തവാക്യങ്ങളാൽ അറിയേണ്ടവനാണ്. തത്വമസി, അഹം ബ്രഹ്മാസ്മി, ഇതൊക്കെയാണ് മഹാവാക്യങ്ങൾ വേദത്തിൽ പറയുന്നത്. പ്രജ്ഞാനം ബ്രഹ്മ, ഈ വാക്കുകളൊക്കെ കൊണ്ട് അറിയേണ്ടവനാണ് ആര്? ഈ ഭഗവാൻ. അപ്പം അങ്ങനെയൊക്കെ വേദാന്തവാക്യങ്ങളാൽ അറിയേണ്ടവനായ സീതാപതിയെ ഞാൻ വന്ദിക്കുന്നു, ശ്രീരാമചന്ദ്രനെ നമസ്കരിക്കുന്നു. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. അപ്പോൾ രാമായണ കഥ മുഴുവൻ ഈ 10 വരിയിൽ സംഗ്രഹിച്ചു കഴിഞ്ഞു. അത് മനസ്സിലാക്കുക. ഇനി ഇത്രയും കാര്യങ്ങൾ ആമുഖമായിട്ട് തുഞ്ചത്തെഴുത്തച്ഛൻ കിളിപ്പാട്ടിൻ്റെ ആദ്യത്തിൽ പ്രസ്താവിച്ചതിന് ശേഷം ഇനി രാമായണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉമാമഹേശ്വര സംവാദം എന്ന ഭാഗത്തിലേക്ക്. ഭഗവാൻ മഹാദേവൻ, ഞാൻ വരികളിൽ വായിക്കുന്നില്ല കേട്ടോ, കാരണം നമുക്ക് അത്രയും സമയം പോകും. മാഷനെ നന്നായിട്ട് നിർത്തി വായിച്ച് പോയിട്ടുണ്ട് അതുകൊണ്ട്. അപ്പോൾ കൈലാസത്തിലെ മഹാദേവൻ ഇതാ ധ്യാനനിഷ്ഠനായിട്ടങ്ങനെ ഇരിക്കുകയാണ്. ബാലലോചനം
ഭഗവാൻ എങ്ങനെയുള്ളവനാണ്? ബാലലോചനനാണ്. ബാലച്ച നെറ്റിയിലൊരു തൃക്കണ്ണുള്ളവനാണ്. പിന്നെ എങ്ങനെയുള്ളവനാണ്? മുനിസിദ്ധാദിസേവ്യം, ശ്രീനാരദാദികളായിട്ടുള്ള മഹർഷിമാര്, സനകാദികളായ സിദ്ധന്മാര് ഒക്കെ സദാസമയവും ഭഗവാനെ സേവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ശങ്കര, ശിവശങ്കര എന്ന് പറഞ്ഞുകൊണ്ട് ശംഭോ മഹാദേവ ഭഗവാന്റെ തിരുനാമവും ചൊല്ലിക്കൊണ്ട് ഭഗവാന്റെ അടുത്തങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം. അപ്പം നീലലോഹിതനാണ്, കഴുത്തിൽ നീലകണ്ഠനാണ് ഭഗവാൻ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഭഗവാന്റെ അടുത്ത്, ഭഗവാന്റെ ഇടത്തെ ഭാഗത്ത് ഭഗവാന്റെ ധർമ്മപത്നിയായിട്ടുള്ള പാർവതീദേവി ഇരിക്കുന്നുണ്ട്. ആ പാർവതീദേവി ഭഗവാനോട് ചോദിക്കുകയാണ്, മഹാദേവനോട്. മഹാദേവൻ്റെ മഹിമ പറഞ്ഞുകൊണ്ടാണ് പറയണത്. സർവാത്മാവായ നാഥ, അവിടുന്ന് എങ്ങനെയുള്ള ആളാണ്? എല്ലാവരുടെയും ആത്മാവായിട്ട് വിളങ്ങിക്കൊണ്ടിരിക്കുന്നവനാണ് അവിടുന്ന്. വിശ്വത്തിൻ്റെ മുഴുവൻ കാരണഭൂതനായിട്ടുള്ള ആളാണ്, സംഹാരകർത്താവായിട്ടുള്ള ആളാണ് ഭഗവാനെ അവിടുന്ന്. മഹാദേവ അവിടുന്ന് പരമേശ്വര പോറ്റി. പോറ്റി എന്ന് വെച്ചാൽ എന്താണ്? ശബരിമലയിൽ സ്വർണം കൊള്ളയടിച്ചു കൊണ്ടുപോയിട്ടുള്ള പോറ്റിയല്ല ഈ പോറ്റി. പോറ്റി എന്ന് വെച്ചാൽ പാലിക്കുന്നവൻ എന്നർത്ഥം. നമ്മളെയൊക്കെ പോറ്റി എന്ന് വെച്ചാൽ അങ്ങനെയാണ് അർത്ഥം. പോറ്റുന്നവൻ, പാലിക്കുന്നവൻ എന്നാണ് അർത്ഥം. സർവേശ്വര പോറ്റി, സർവലോകാവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ. ആരാണോ ഭഗവാനെ ഭജിക്കുന്നത് അവരുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷനാകുന്നു. സർവദേവേശ കാരുണ്യാബ്ധേ. അപ്പം അങ്ങനെയൊക്കെയുള്ള എനിക്ക് അങ്ങയോട്, ഇതൊക്കെ ഭഗവാൻ മഹാദേവൻ്റെ വിശേഷണങ്ങളാണ് ഇവിടെ പറഞ്ഞത്, അവസാനിക്കില്ല. ശിവപുരാണം 24,000 ശ്ലോകങ്ങളിലായിട്ടാണ് മഹാദേവൻ്റെ മഹിമ വേദവ്യാസൻ പറയുന്നത്. അപ്പോൾ എന്താണ് പറയണത്? എനിക്കിതിന് മുമ്പ് പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ച്, മോക്ഷധർമ്മത്തെക്കുറിച്ച്, രാജധർമ്മത്തെക്കുറിച്ച്, സ്ത്രീധർമ്മത്തെക്കുറിച്ച്, പിന്നെന്തൊക്കെയാണ് സാഖ്യം, യോഗം മുതലായവയെക്കുറിച്ചൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ കേട്ടിട്ട് എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി അങ്ങ് എന്നിൽ കാരുണ്യമുണ്ടെങ്കിൽ എന്നോട് ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. അവിടുന്ന് ദയയോടുകൂടി എന്നിൽ കാരുണ്യമുണ്ടായിട്ട് ശ്രീരാമദേവതത്വമുപദേശിച്ചിടണം. ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ തത്വം എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം. ആ പാർവതീദേവിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ശ്രീരാമൻ എന്നത് ഒരു പുരുഷനല്ല, ഒരു വ്യക്തിയല്ല, ഒരു മനുഷ്യനല്ല. ശ്രീരാമൻ എന്നത് എന്താണ്? പരമമായിട്ടുള്ള തത്വമാണ്. എന്താണ് ആ തത്വത്തിൻ്റെ പൊരുൾ എന്ന് എനിക്ക് അവിടെ നിന്ന് അരുളി ചെയ്തു തരണം എന്നാണ് അവിടെ ചോദിക്കണത്. അപ്പോൾ ഇനി രാമായണത്തിൽ എവിടെയൊക്കെ രാമൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്താണ് പരമമായിട്ടുള്ള തത്വം എന്നാണ് മനസ്സിലാക്കേണ്ടത് ആ ശ്രീരാമനെക്കുറിച്ച്. അപ്പോൾ അതെനിക്കൊന്ന് പറഞ്ഞു തരണം എന്നങ്ങോട്ട് കേൾക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടില്ലേ, അങ്ങയെപ്പോലെ ഇത് പറഞ്ഞു തരാൻ സമർത്ഥനായിട്ട് വേറെ ആരുമില്ല എന്നാണ്, എന്നും കൂടിയാണ് ദേവി ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മഹാദേവൻ പാർവതിയോട് പറയുകയാണ്, ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രേ, ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം അല്ലയോ ദേവി. പാർവതി ദേവിയുടെ വിശേഷണങ്ങളാണ്. ഗിരികന്യ, ഹിമാലയത്തിൻ്റെ പുത്രിയാണല്ലോ, ഹിമവാന്റെയും മേനാദേവിയുടെയും പുത്രിയാണല്ലോ, അതാണ് ഗിരികന്യ എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ ദേവിയുടെ മനസ്സിൽ രാമകഥ തത്വം കേൾക്കണമെന്നല്ലൊരു ആകാംക്ഷയുണ്ടായില്ല, അത് മഹാഭാഗ്യമാണ്. ദേവിയുടെ സുഹൃതം കൊണ്ടാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഇത് കേൾക്കണമെങ്കിലും ഇത് ചോദിക്കണമെങ്കിലും ഒരു ഭാഗ്യം തന്നെ വേണം. അതാണത്. എന്നോടിതിനു മുമ്പ് ആരും തന്നെ ഇങ്ങനെയുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. അപ്പോൾ സാധാരണ ഗുരുനാഥന്മാർ ശിഷ്യന്മാർക്ക് എത്ര രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ആ ശിഷ്യന്മാരുടെ ഭക്തി, വിനയം ഇതൊക്കെ കാണുമ്പോൾ ആ രഹസ്യ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഞാനത് പറഞ്ഞു തരാം. ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു
സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ഞാൻ ഇപ്പം എന്ത് ചെയ്തു തരാം? ശ്രീരാമചന്ദ്രസ്വാമിയുടെ തത്വത്തെ സംഗ്രഹിച്ച് ചുരുക്കമായിട്ട് പറഞ്ഞു തരാം. ഇനി പറഞ്ഞുകൊണ്ട് ആ തത്വത്തെ പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രീരാമൻ പരമാത്മാ കാരുണ്യമൂർത്തി, പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ. ശ്രീരാമൻ എന്ന് വെച്ചാൽ ആരാണ്? പരമാത്മാവാണ്. പ്രകൃതിയുടെ ഉൽപ്പത്തിക്ക് മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ളവനാണ്. ആ ഭഗവാനെ മനുഷ്യനാണ് എന്ന് അജ്ഞാനികളായിട്ടുള്ള ആളുകൾ പറയുന്നു. കാരണം എന്താ അങ്ങനെ പറയാൻ കാരണം? അവരുടെ മനസ്സ് മായയാൽ മൂടിയതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അപ്പോൾ ഈ വസ്തുതയെ സ്പഷ്ടമാക്കാൻ ശ്രീരാമനും സീതയും ഹനുമാനും കൂടിയിട്ടുള്ള സംവാദമുണ്ടായിട്ടുണ്ട്. ആ സംവാദത്തെ പറഞ്ഞു തരാം. ആ സംവാദം എന്താണ്? രാമഹൃദയം എന്നാണ് ആ സംവാദത്തിന് പറയുക. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്, രാമഹൃദയം. അപ്പോൾ രാമരഹസ്യത്തെ ഉദ്ബോധിപ്പിക്കുന്നതാണ് ഈ രാമഹൃദയം എന്ന ഈ ഭാഗം. അത് മോക്ഷസാധനമായിട്ടുള്ളതാണ്. അത് മഹാദേവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആര് തമ്മിലുള്ള സംവാദമാണ്? സീതയും ഹനുമാനും ശ്രീരാമനും കൂടി തമ്മിലുള്ളത്. ശ്രീരാമചന്ദ്രസ്വാമി രാവണവധമൊക്കെ കഴിഞ്ഞ് സീതാദേവിയെ സ്വീകരിച്ച് പുഷ്പവിമാനത്തിൽ അയോധ്യയിലേക്ക് കൊണ്ടുപോയി പട്ടാഭിഷേകം ചെയ്ത് അവിടെ സുഖമായിട്ട് അങ്ങനെ താമസിക്കുകയാണ്. ഭഗവാന്റെ സമീപത്ത് ആരുണ്ട്? സീതാദേവി ഇരിക്കുന്നുണ്ട്. ആ അപ്പോഴാണ് അവിടേക്ക് എന്തുണ്ടാകുന്നത്? ഹനുമാൻ രണ്ടുപേരെയും വന്നിച്ചുകൊണ്ട് അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹനുമാനെ കണ്ടുകൊണ്ട് സീതാദേവിയോട് ശ്രീരാമൻ പറയാണ്, സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലീ. നമ്മുടെ ഭക്തനായിട്ടുള്ള ഹനുമാനെ ദേവി കാണുന്നില്ലേ? എന്താണ് ഹനുമാന്റെ വിശേഷത? ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെയൊഴിഞ്ഞൊന്നിലും ഒരു നേരം ആശയുമില്ലായല്ലോ. ഈ ഹനുമാന് ഒരാഗ്രഹവും ജീവിതത്തിലില്ല. എന്താ ആഗ്രഹമുള്ളത്? ആ ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനം, ശ്രീരാമചന്ദ്രസ്വാമിയോടുള്ള ഭക്തി, അതിലൊഴിഞ്ഞ ഒരു ആഗ്രഹവുമില്ലാത്ത ആളാണ് ഹനുമാൻ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഹനുമാനെ കണ്ടാലും നിർമ്മലം ആത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ. നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. ഈ ആത്മജ്ഞാനം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാനും കേൾക്കാനും കേട്ടവർക്ക് അറിയാനും സാധിക്കില്ല. അതിന് അർഹതയുള്ളവർക്കാണ് അത് പറഞ്ഞു കൊടുക്കാനും അത് കേൾക്കാനും അർഹതയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും വേണം. എന്നാൽ ഈ ആത്മജ്ഞാനം നേടാൻ അർഹതയുള്ള ആളാണ് ഹനുമാനുള്ളത്. പിന്നെ എങ്ങനെയുള്ള ഹനുമാൻ്റെ വേറൊരു വിശേഷം എന്താണ്? ഒന്നിലും മമതയില്ലാത്തവനാണ്. നിർമ്മമൻ, ഒന്നിലും മമത ആഗ്രഹം എൻ്റേതെന്ന തോന്നലില്ലാത്തവനാണ്. പിന്നെങ്ങനെയുള്ളവനാണ്? നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ഹനുമാൻ. രാമായണത്തിലെ കഥാപാത്രം ഹനുമാൻ ബ്രഹ്മചര്യമാണ്. അതേപോലെ മഹാഭാരതത്തിലൊരു കഥാപാത്രമുണ്ട്. ആരാണ്? ഭീഷ്മപിതാമഹൻ. അങ്ങനെ അപ്പം അങ്ങനെയൊക്കെയുള്ള കൽമഷമിവനേതുമില്ലെന്നു ധരിച്ചാലും നമ്മളെല്ലാവർക്കും എന്തെങ്കിലും ചെറിയൊരു ന്യൂനത, എന്തെങ്കിലും ഒരു കുറവ്, എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടായിരുന്നു വരാം. എല്ലാവരുടെയും സ്ഥിതി അങ്ങനെയാണ്. എന്നാൽ യാതൊരു ന്യൂനതയും യാതൊരു കൽമഷവും ഇല്ലാത്തവനാണ് ഹനുമാൻ. ആ ഹനുമാൻ്റെ മനോരഥത്തെ ദേവി സാധിച്ചു കൊടുക്കണം. എന്താണ്? ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ. ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമനേടോ. ബ്രഹ്മജ്ഞാനം നേടണം എന്ന് ആഗ്രഹിക്കുന്നവരിൽ വെച്ച് ഏറ്റവും ഉത്തമനായിട്ടുള്ള ആളാണ് ഹനുമാൻ. അതേപോലെ ഉത്തമനായിട്ടൊരു ആളിനെയും ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു കൊടുക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് എന്ന് സീതാദേവിയോട് ആര് പറയണു? ശ്രീരാമചന്ദ്രസ്വാമി പറയുകയാണ്. ഇനി ഹനുമാൻ്റെ ചരിത്രമൊക്കെ നമുക്ക് കിഷ്കിന്ധാകാന്ഡമൊക്കെ വരുമ്പോൾ വിസ്തരിച്ച് വരുന്നുണ്ട്. സുന്ദരകാന്ഡം മുഴുവൻ ഹനുമാൻ്റെ ചരിത്രമാണ്. അപ്പോൾ എന്താണ് പറയണത്? അപ്പോൾ ഇങ്ങനെ അങ്ങനെ ഭഗവാൻ പറഞ്ഞപ്പോൾ ഹനുമാനോട് സീതാദേവി പറയുകയാണ്. എന്താ പറയുന്നത്? ശ്രീരാമദേവൻ്റെ പരമമായിട്ടുള്ള തത്വത്തെക്കുറിച്ച് പറയുകയാണ്. സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം.
നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ. ശ്രീരാമൻ അല്ലെങ്കിൽ ശ്രീരാമദേവൻ എന്നുള്ളത് ആരാണ്? സച്ചിദാനന്ദ സ്വരൂപനാണ്, അദ്വിതീയനാണ്, സർവോപാധി വിനിർമുക്തമാണ്. ശരീരം, മനസ്സ്, ബുദ്ധി എന്നീ ഉപാധികൾക്കൊക്കെ അതീതനായിട്ടുള്ള ആളാണ് ആര്? ഗുണദോഷങ്ങൾക്കും ധർമാധർമ്മങ്ങൾക്കുമൊക്കെ അതീതനായിട്ടുള്ള ആളാണ് ആര്? ശ്രീരാമചന്ദ്രസ്വാമി. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ വസ്തുവാണ് ശ്രീരാമൻ എന്ന് ദേവി ഹനുമാൻ ശ്രീരാമനെ ഇങ്ങനെ മനസ്സിലാക്കിയാലും നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു ബ്രഹ്മമീ ശ്രീരാമചന്ദ്രൻ എന്നറിഞ്ഞുകൊണ്ടാലും നീ എന്നാ പറഞ്ഞു കൊടുക്കേണ്ടത്. ഒക്കെ ഭഗവാന്റെ വിശേഷണങ്ങളാണ്. എങ്ങനെയുള്ളവനാണ്? നിർമ്മലനാണ്, നിരഞ്ജനനാണ്, ജനനമരണങ്ങളൊന്നുമില്ലാത്തവനാണ്, നിർഗുണം, ഗുണങ്ങളില്ലാത്തവനാണ്, പിന്നെന്താണ്? നിർവികാരം, യാതൊരുവിധ മാലിന്യങ്ങളും ബാധിക്കാത്തവനാണ്, ജനിക്കുക മരിക്കുക മുതലായിട്ടുള്ള ആ സംസാര ക്ലേശങ്ങളൊന്നും തന്നെ ബാധിക്കാത്തവനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാറ്റിനും കാരണനാണ്, എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നവനാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ എല്ലാ ജീവജാലങ്ങളിലും അന്തര്യാമി സ്വരൂപേണ വർത്തിച്ചു കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞില്ലേ? അതാണ് സർവാത്മാനം, സർവജ്ഞം, സർവേശ്വരം. എല്ലാ അറിവുമുള്ളവനാണ്, എല്ലാറ്റിനും സാക്ഷിയായിട്ടുള്ളവനാണ്. നിർവികാരാത്മാ രാമദേവൻ എന്നറിഞ്ഞാലും ഇങ്ങനെയൊക്കെയുള്ള ഗുണവിശേഷത്തോടു കൂടിയിട്ടുള്ളവനാണ് ശ്രീരാമൻ. അങ്ങനെയുള്ള ആളാണ് ശ്രീരാമൻ എന്ന് നീ മനസ്സിലാക്കിയാലും എന്ന് പറയുകയാണ്. ഇതാണ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇനി വീണ്ടും എന്താണ്? ഇനി ഞാൻ സീതപ്പ എന്താ പറഞ്ഞത്? ശ്രീരാമൻ്റെ പരമമായിട്ടുള്ള തത്വത്തെയാണ് ഉദ്ബോധിപ്പിച്ചത് ഹനുമാനോട്. ഇനി എൻ്റെ തത്വത്തെ, ഞാൻ ആരാണ്, സീത എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ള പരമമായിട്ടുള്ള തത്വത്തെ പറഞ്ഞുതരാം. എന്നുടെ തത്വം ഇനി ചൊല്ലിയിടാമവണ്ണം നിന്നോട് ഞാൻ മൂലപ്രകൃതിയായതടോ. ഞാൻ ആരാണ്? മൂലപ്രകൃതിയാണ്, എല്ലാറ്റിനും കാരണമായിട്ടുള്ളവരാണ്. പ്രകൃതി എന്നുള്ള ശബ്ദത്തിനൊക്കെ നിർവചനം ദേവീ ഭാഗവതത്തിൽ വേദവ്യാസ മഹർഷി പറയുന്നുണ്ട്. പ്രകൃഷ്ടവാചക കൃശ്ചാകൃതിശ്ച സൃഷ്ടിവാചക സൃഷ്ടവു പ്രകൃഷ്ടവു യാ ദേവി പ്രകൃതി സാ പ്രകീർത്തിത. ഈ പ്രകൃതി എന്നുള്ളതിന് എന്നുള്ള ശബ്ദത്തിന് എന്താണ് അർത്ഥം? ശ്രേഷ്ഠം എന്നാണ് അർത്ഥം. കൃതി എന്ന് വെച്ചാലോ സൃഷ്ടി എന്നർത്ഥം. അപ്പോൾ സൃഷ്ടി കർമ്മത്തിൽ സമർത്ഥയായിട്ടുള്ള ദേവി എന്നാണ് പ്രകൃതി, മൂലപ്രകൃതി എന്നതിനർത്ഥമുള്ളത്. അപ്പം മൂലപ്രകൃതിയായിട്ടുള്ള ആ ദേവിയുടെ അവതാരമാണ് നമ്മൾ സരസ്വതിയുടെ ചരിത്രം പറയുമ്പോൾ പറഞ്ഞു. ബാക്കി എല്ലാം തന്നെ മൂലപ്രകൃതിയായിട്ടുള്ള ദേവിയിൽ നിന്നുണ്ടായത്. അഹമേവാസവയാഗ്രേ നാന്യൽ എന്ന് ദേവി മഹാത്മ്യത്തിൻ്റെ ഒരു സൂത്രവാക്യം പറയുന്നുണ്ടല്ലേ, ഈ കാണായതെല്ലാം ഞാനാണ്, എന്നിൽ നിന്ന് അന്യമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന്. നാന്യദസ്തി സനാതനം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ സീത പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം. പിന്നെന്താണ്? ആ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായ പ്രകൃതിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീത എന്ന് പറയുന്നത്. അപ്പം മൂലപ്രകൃതിയും മായയും ഒന്നു തന്നെയാണ്. അപ്പം ഇങ്ങനെ ആ രാമൻ്റെ സന്നിധിയിൽ വെച്ച് സൃഷ്ടിച്ച പ്രപഞ്ചത്തെയെല്ലാം അതിൻ്റെ വ്യവഹാരങ്ങളെയും അജ്ഞന്മാർ പരമാത്മാവായിട്ടുള്ള രാമനിൽ ആരോപിക്കണോ എന്നാണ് സീത ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം രാമകഥ വളരെ ചുരുക്കമായിട്ട് രാവണാദികളെ വധിക്കാൻ വേണ്ടി ഭഗവാൻ ശ്രീരാമനായിട്ട് അവതരിച്ചു, രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുത്തു മുതലായിട്ടുള്ള രാമായണ കഥ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളത് അയോധ്യയിലേക്ക് എത്തി. ഇതെല്ലാം വളരെ ചുരുക്കമായിട്ട് ഹനുമാനെ ഒന്ന് കേൾപ്പിക്കുകയാണ്. അത് എന്നിട്ട് ശേഷം പറയുകയാണ്, ഇതെല്ലാം മൂലപ്രകൃതിയായിട്ടുള്ള എൻ്റെ പ്രവർത്തനങ്ങളാണ്, അവയെ രാമൻ്റെ കർമ്മങ്ങളായിട്ട് അജ്ഞന്മാർ തെറ്റിദ്ധരിക്കുകയാണ്. ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ട് സീതാദേവി രാമതത്വത്തെ അവിടെ നിർത്തുകയാണ്.
ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? യാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ഭക്തിയുള്ളവരുടെ ആൾക്ക് എന്തും തന്നെ ഭഗവാൻ കൊടുക്കണു. നമേ ഭക്തപ്രണശ്യതി, അർജുനനോട് ഗീതയിൽ സത്യം ചെയ്തുകൊണ്ടാണ് പറയണത്. കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്തപ്രണശ്യതി. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം, ഇപ്പോൾ സീതാദേവി നിർത്തിയതിന് ശേഷം വീണ്ടും ശ്രീരാമൻ ആയിട്ട് തുടങ്ങുകയാണ് ചെയ്യണത്. അപ്പം എന്താ പറയണത്? ആ പരമമായിട്ടുള്ള തത്വത്തെ ഹനുമാന് ശ്രീരാമൻ വീണ്ടും ഉപദേശിക്കുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വിഷമമുണ്ടാവട്ടോ, നല്ലോണം ശ്രദ്ധിച്ചാലേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുള്ളൂ. അനവധി തവണ കേട്ട് മനനം ചെയ്താലേ എന്തെങ്കിലും ചെറിയൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ശ്രീരാമൻ്റെയും സീതയുടെയും തത്വത്തെ ഉപദേശിച്ചു കൊടുത്തു. രാമായണ കഥ ചുരുക്കമായി ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ടിപ്പോൾ സീത തൻ്റെ ഉപദേശം അങ്ങോട്ട് നിർത്തുകയാണ്. അപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി ആണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? ആ ഉപദേശം തുടരുന്നത്. എങ്ങനെയാണ് ഉപദേശിക്കുന്നത്? പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം പരിചിൽ കാണുന്നതൂ ജീവാത്മാവറികടോ. അപ്പോൾ ഇവിടെ ആത്മാവ്, അനാത്മാവ്, പരമാത്മാവ് ഇവയുടെ മൂന്നിൻ്റെയും ലക്ഷണം വേറെ വേറെ പറഞ്ഞു തരാം. അതായത് അതെങ്ങനെയാണ് പറഞ്ഞ് ബോധിപ്പിക്കുന്നത്? ആകാശത്തിൻ്റെ ഉപമയിൽ കൂടെയാണ്, ആകാശത്തിനെയാണ് അതിന് ഉപമയായിട്ട് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് അതിനെ സ്പഷ്ടമാക്കുകയാണ്. ആകാശത്തിൽ 3 വിധ ഭേദങ്ങളാണ് ഉള്ളത്. എങ്ങും നിറഞ്ഞിട്ടുള്ള ഒഴിവാണ് മഹാകാശം. ആ ആകാശത്തിനെ നമുക്ക് കുളത്തിൽ നോക്കിയാൽ കാണാം. ആ തോന്നപ്പെടുന്നതാണ് ജലാശയാകാശം എന്ന് പറയുക. പിന്നെന്താണ്? കുളത്തിലെ ആകാശത്തിൻ്റെ പ്രതിബിംബത്തെ പ്രതിഭാസാകാശം എന്ന് പറയും. നല്ല മനസ്സിലെത്താനായിട്ട് ഇത് മനസ്സിലാവുള്ളൂ. വേദാന്ത കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങും നിറഞ്ഞ ആകാശം കുളത്തിലെ ആകാശമായും വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന ആകാശമായും തോന്നപ്പെടുക മാത്രമാണ്. അത് നമ്മുടെ വെറും തോന്നലാണ്. അതേപോലെ തന്നെ എങ്ങും നിറഞ്ഞ പരമാത്മാവായിട്ടുള്ള ചൈതന്യത്തെയാണ് പരബ്രഹ്മമെന്നും ആത്മാവെന്നും പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ശ്രീരാമൻ വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ എന്നാണ് പറയണത്. അതായത് ഭഗവാന്റെ പരമമായിട്ടുള്ള തത്വത്തെ എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ആചാര്യകാരുണ്യത്താൽ. ഗുരുനാഥന്മാരുടെ അനുഗ്രഹമുണ്ടായാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഗുരോരനുഗ്രഹേനൈവ പുമാൻ പൂർണ്ണപ്രശാന്തയേ. ഗുരുനാഥൻ്റെ അനുഗ്രഹമുണ്ടായാൽ മാത്രമേ ഒരാൾക്ക് ജീവിതത്തിൽ പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്താണ്? കഠോപനിഷത്തിലെ ഒരു മന്ത്രമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത, ക്ഷുരസ്യധാര നിശിതാദുരത്യയ മാർഗം പദം തൽ കവയോ വദന്തി എന്നാണ് ആ മന്ത്രം. വിവേകാനന്ദ സ്വാമികളെ ഭാരതീയരായ യുവജനങ്ങളെ ഉദ്ബോധിപ്പിക്കുവാൻ, അവർക്ക് ഉദ്ബോധനം നൽകുവാൻ അവരെ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ പ്രസംഗത്തിലും ഉപനിഷത്ത് ലേഖനത്തിലുമൊക്കെ ഉദ്ധരിക്കാറുള്ള ഒരു മഹാമന്ത്രമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കേട്ടത്. ഉത്തിഷ്ഠത, ജാഗ്രത എന്നുള്ളത് നിങ്ങൾ സിനിമ പാട്ടായിട്ട് കേട്ടിട്ടുണ്ടാവൂലേ? അതല്ല. എന്താണ്? എന്താ ഉത്തിഷ്ഠത എന്ന് വെച്ചാൽ എഴുന്നേൽക്കുക. ആ എഴുന്നേൽക്കുക എങ്ങനെ എഴുന്നേൽക്കേണ്ടത്? അനാദികാലമായിട്ട് അവിദ്യയിലെ അജ്ഞാനത്തിൽപ്പെട്ട് കിടക്കുകയാണ് ഇവിടുത്തെ എല്ലാവരും. അപ്പോൾ അനാദികാലമായിട്ട് അവിദ്യയിൽ ആണ്ടുകിടക്കുന്ന ഹേ ജീവന്മാരെ, നിങ്ങൾ അജ്ഞാന നിദ്രയിൽ നിന്നുണരുവിൻ. ജാഗ്രതയോടുകൂടിയിരിക്കുവിൻ. എന്നിട്ട് എന്തു വേണം? വരാൻ പ്രാപ്യ എന്ന് വെച്ചാൽ ആചാര്യാൻ പ്രാപ്യ. ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഗുരുനാഥന്മാരെ നിങ്ങൾ സമീപിക്കൂ. ആചാര്യാൻ ഇവിടെ കണ്ടില്ലേ? ആചാര്യൻ എന്നിട്ട് എന്തു ചെയ്യണം? അവരോട് ഈ ജീവിതത്തിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യമെന്താണ്? എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്? പരമമായിട്ടുള്ള ശ്രേയസ് ഏതാണ് എന്നവരോട് ചോദിക്കുക. അപ്പോൾ അവർ പറഞ്ഞു തരും.
നിബോധത, അവരാ ജീവിതത്തിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യത്തെക്കുറിച്ച് ഗുരുനാഥന്മാർ നമുക്ക് പറഞ്ഞു തരും. അതേ പ്രകാരം പ്രവർത്തിക്കുക, ജീവിതം സഫലമായി തീരും. അതിനെന്താ ചെയ്യേണ്ടത്? മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ എന്ന് വെച്ചാലോ, വേദത്തിൽ പ്രതിപാദിച്ച വിഷയങ്ങളെ 4 മഹാവാക്യങ്ങളിൽ കൂടെ ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിനെയാണ് മഹാവാക്യങ്ങൾ എന്ന് പറയുക. ഏതൊക്കെയാണത്? തത്വമസി, അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ. ഇതാണ് 4 ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി മഹാവാക്യങ്ങൾ അനവധിയുണ്ട്, 25-ലധികം ഉണ്ടെന്ന് ശിവപുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വാക്യങ്ങളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കുക. ഈ വാക്യങ്ങളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കാൻ എങ്ങനെ സാധിക്കുള്ളൂ? പെട്ടെന്ന് നമുക്ക് വായിച്ചാലൊന്നും മനസ്സിലാവില്ല. ആചാര്യകാരുണ്യത്താൽ, ഗുരുനാഥന്മാരുടെ അപാരമായിട്ടുള്ള കാരുണ്യവും അനുഗ്രഹവും കൊണ്ട് മാത്രമേ നമുക്കതിൻ്റെയൊക്കെ അർത്ഥത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അങ്ങോട്ട് സാധിച്ചാലോ ഇനി നമുക്കറിയേണ്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല. മൽഭക്തനായി വള്ളവനിപ്പതമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടും ഇല്ല സംശയമേതും. ഭക്തിയുണ്ടായാലോ, ഭഗവാന്റെ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മനസ്സിലാക്കി ഭഗവാന്റെ പരമമായിട്ടുള്ള പദത്തെ അവർക്കറിയാൻ സാധിക്കും. അപ്പോൾ യാതൊരു സംശയവുമില്ല എന്ന് പറയുകയാണ്. മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. ഭക്തിയില്ലാത്തവര് അഹങ്കാരികളായി തീർന്നുകൊണ്ട് ഓരോ ശാസ്ത്രങ്ങളിലുമൊക്കെ ഭ്രമിച്ചുകൊണ്ട് അവരവരുടെ ജന്മം വ്യർത്ഥമാക്കുകയാണ് ചെയ്യുന്നത്. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. നമുക്ക് തത്വജ്ഞാനം വേണം, ഈശ്വരനെക്കുറിച്ചുള്ള അറിവ് വേണം, അവസാനം മോക്ഷപ്രാപ്തി കൈവരിക്കണം. അതിനുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് ഭക്തിമാർഗം. ആ ഭക്തി ഉണ്ടായാൽ ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടാകും. ജ്ഞാനമുണ്ടായാലോ ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ഭക്തി ഉണ്ടാവുക എങ്ങനെയാണ്? ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ തിരുനാമം ഭക്തിശ്രദ്ധയോടുകൂടി ഹരേ നാരായണ കൃഷ്ണ വാസുദേവ എന്നൊക്കെ ജപിക്കുക, ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ കീർത്തിക്കുക, സജ്ജനങ്ങളായിട്ടുള്ള ആളുകളുമായിട്ട് സംഘം ചേരുക, ഇതേപോലെയുള്ള സത്സംഗങ്ങളിലും യജ്ഞങ്ങളിലുമൊക്കെ പങ്കെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഭക്തി ഉണ്ടാവും. ഭക്തി ഉണ്ടായാലോ ഭഗവാനെക്കുറിച്ചുള്ള അറിവുണ്ടാവും. ഭഗവാൻ സർവാത്മാവായി സർവചരാചരങ്ങളിലും വിളങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അറിവാണ് തത്വജ്ഞാനം. അതുണ്ടാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാനിൽ ഭക്തി വർദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ രാമായണം വായിക്കാനും കേൾക്കാനും ഇവിടെയൊക്കെ വരുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഭഗവാനിൽ ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമി എൻ്റെ ഉപദേശം നിർത്തുകയാണ്. പരമാത്മാവാം മമ ഹൃദയം രഹസ്യമീ, ഒരു നാളും മൽഭക്തിഹീനരായി മേവും നരന്മാരോട് പറഞ്ഞറിയിക്കരുതെടോ. പരമാത്മാവായിട്ടുള്ള ഭഗവാന്റെ രഹസ്യമാണ് മമഹൃദയം. മമഹൃദയം എന്ന് വെച്ചാൽ എൻ്റെ ഹൃദയം, രാമഹൃദയം. മമ എന്ന് വെച്ചാൽ എൻ്റെ വെച്ചാൽ ഇവിടെ ആരാ? എൻ്റെ വെച്ചാൽ രാമൻ. ആ രാമഹൃദയം എന്ന ഭാഗമാണ് ഇവിടെ പറഞ്ഞു കൊടുത്തത്. ഇത് ഭക്തിയില്ലാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കരുത്, എന്നാൽ കേൾക്കണം എന്നുള്ള ആളുകൾക്ക് അവർ പറയാതെ തന്നെ അത് ഉപദേശിച്ചു കൊടുക്കുകയും വേണം. അപ്പം ഇനി ഇതിൻ്റെ ബലശ്രുതി വളരെ വലുതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയും, വായിക്കും, മനസ്സിലാക്കുകയും ചെയ്തല്ലോ. ഈ പറഞ്ഞതിൻ്റെ ബലശ്രുതി വളരെ വിശേഷമായിട്ട് 10-15 വരികളിൽ കൂടെയാണ് ഇവിടെ പറയണത്. ശ്രീ മഹാദേവൻ മഹാദേവിയോരരുളി ചെയ്ത രാമമഹാത്മ്യാമിതം പവിത്രം ഗുഹ്യതമം. ഈ ഗുഹ്യം എന്ന് വെച്ചാൽ എന്താണ്? രഹസ്യം. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യമാണ്. മഹാദേവൻ പാർവതീദേവിക്ക് ഹനുമാനും സീതയും ശ്രീരാമചന്ദ്രസ്വാമിയും തമ്മിൽ കൂടി ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള രാമഹൃദയം എന്നുള്ള ഭാഗമുണ്ടല്ലോ, അത് വളരെ പവിത്രമാണ്. അത് രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യമാണ്. അപ്പോൾ അത് ഭക്തിശ്രദ്ധയോടുകൂടി പഠിക്കുന്നവൻ, അതേപോലെ അനുവർത്തിക്കുന്നവർക്ക് മുക്തനായി വരുമെന്നതിന് യാതൊരു സംശയവുമില്ല. മഹാപാപങ്ങളൊക്കെ നശിച്ചു പോവും.
യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടാം, സംശയമേതും എന്നാ പറയണത്. അപ്പോൾ ആ ഭഗവത് പദത്തെ, വിഷ്ണുലോകത്തെ, വൈകുണ്ഠപ്രാപ്തി കൈവരിക്കാൻ സാധിക്കും. ഇത് വേണ്ട പോലെ കേട്ട് മനസ്സിലാക്കി അതേപോലെ ജീവിതം നയിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവിടെ സമർപ്പിക്കുകയാണ് മഹാദേവൻ. പിന്നീട് ഇപ്പം എന്താ ചെയ്യുന്നത്? അപ്പം ഇങ്ങനെ മഹാദേവനരുളിച്ചതു കേട്ടു തിങ്ങീടും ഭക്തിപൂർവം അരുളിച്ചെയ്തു ദേവി. ഇങ്ങനെ മഹാദേവൻ ആ രാമമാഹാത്മ്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ദേവിക്ക് ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാദങ്ങളിൽ ഭക്തി അങ്ങനെ വർദ്ധിച്ചു വരാൻ തുടങ്ങി. എന്നിട്ട് പറയാണ്, മംഗലാത്മാവേ മമ ഭർത്താവേ ജഗത്പദേ ഗംഗാകാമുകാ പരമേശ്വരാദയാനിധേ. മഹാദേവൻ്റെ വിശേഷണങ്ങൾ പറയാണ്. മഹാദേവൻ എങ്ങനെയുള്ള ആളാണ്? ജഗത്തിൻ്റെ മുഴുവൻ പതിയാണ്, മംഗളത്തിൻ്റെ മൂർത്തിയാണ്, എല്ലാവർക്കും മംഗളത്തെ പ്രദാനം ചെയ്യുന്നവനാണ്. ഗംഗാകാമുക എന്നൊരു വിശേഷണം കൂടി ദേവി പറയുന്നുണ്ട്. ഗംഗയുടെ കാമുകനാണ്. താൻ അറിയാതെ ശരിക്കും മഹാദേവൻ്റെ ധർമ്മപത്നിയായിട്ട് പാർവതിയുണ്ട്. അപ്പോൾ പാർവതീദേവിയെ കൂടാതെ ഗംഗയെയും, അത് പാർവതീദേവിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഗംഗയെ സ്വീകരിച്ചത്. അപ്പോൾ അതിന് എവിടെ ഇത്രയും ഗംഗയ്ക്ക് സ്ഥാനം കൊടുത്തിട്ടുള്ളത്? ശിരസ്സിൽ ജടയുടെ ഉള്ളിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതൊക്കെ പറയാൻ അനവധിയുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാരുണ്യമൂർത്തെ പന്നകവിഭൂഷണ. സർപ്പങ്ങളെയാണ് മഹാദേവൻ ഇത് ചെയ്യുന്നത് ആഭരണങ്ങളായിട്ട്, പന്നകങ്ങളെയാണ് വിഭൂഷണമാക്കിയിട്ടുള്ളത്. വാസുകി മുതലായിട്ടുള്ള സർപ്പങ്ങളാണ് ഭഗവാന്റെ കണ്ഠാഭരണവും കയ്യിലെ ആഭരണങ്ങളുമായിട്ടുള്ളത്. അവിടുത്തെ വാക്കുകൾ കേട്ട് എൻ്റെ സംശയങ്ങളൊക്കെ തീർന്നു, എൻ്റെ സന്ദേശമൊക്കെ ഇല്ലാതായി തീർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ എനിക്കൊരു ആവലാതിയേ ഉള്ളൂ. എന്താ വെച്ചാൽ ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പോരാ. അപ്പം അങ്ങ് വളരെ ചുരുക്കിയിട്ടല്ലേ എനിക്ക് പറഞ്ഞു തന്ന ഈ കാര്യങ്ങളും തത്വങ്ങളൊക്കെ, അത് വിസ്തരിച്ചു പറഞ്ഞു തരണം. സാക്ഷാൽ ശ്രീനാരായണൻ തൻ മാഹാത്മ്യമെല്ലാം, ആ നാരായണൻ്റെ മാഹാത്മ്യങ്ങൾ വളരെ വിസ്തരിച്ചു തന്നെ എനിക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് പറഞ്ഞു തന്നാലും എന്ന് പറയുകയാണ്. ഇനി ഒരു സുഭാഷിത ശ്ലോകമാണ് അടുത്തതായിട്ടുള്ളത്. നോക്കൂ, അതിന് പാർവതി പറയാണ്, കിംഷണന്മാർക്കു വിദ്യയുണ്ടാകയല്ലോ, കിങ്കണന്മാരായുള്ളോർ കർത്തവ്യമുണ്ടായി വരാ, കിംരണന്മാർക്കു നിത്യസൗഖ്യമുണ്ടായി വരാ, കിന്ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ. എന്നപ്പോൾ ഈ നാലുപേരുടെ മനസ്സിലാക്കിയത്? ഇപ്പം രാമായണത്തിലെ ഓരോ ഭാഗം വായിക്കുമ്പോഴും ഓരോ സുഭാഷിതം നമ്മൾ അനുകരിച്ച് മനസ്സിലാക്കേണ്ട തത്വങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലത്തെ ഒന്നാണിപ്പോൾ ഇത്. കിംഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലല്ലോ, കിങ്കണസ്യ കുതോ വിദ്യ, അതിൻ്റെ മൂലം അങ്ങനെയാണ്. അതേപോലെ കിംഷണസ്യ കുതോ ധനം, അതായത് കിംഷണന്മാർക്ക്, കിംഷണം എന്ന് വെച്ചാൽ എന്താണ്? അല്പസമയം ഉണ്ടായാലും ആ സമയം നമ്മളെ വില പിടിച്ചതാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ വില ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്കാണ് എന്തുണ്ടാവുള്ളൂ? വിദ്യയുണ്ടാവുകയുള്ളൂ. ഈ ജ്ഞാനം, അറിവൊക്കെ ഉണ്ടാവണമെങ്കിൽ പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. നിരന്തരമായിട്ടുള്ള പരിശ്രമവും നിരന്തരമായിട്ടുള്ള ആ അധ്വാനവും ഒരു സമയവും മിനിറ്റ് പോലും നിമിഷവും പോലും പാഴാക്കാതെ ഉണ്ടായാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? വിദ്യയുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്തു വേണം? ഭഗവാന്റെ കാരുണ്യം. കാളിദാസനെയൊക്കെ ദേവി അനുഗ്രഹിച്ചില്ലേ, അതേപോലെ അനുഗ്രഹപ്രകാരമേ വിദ്യ ഉണ്ടാവുള്ളൂ. സാധാരണ ഒരാൾക്ക് അറിവുണ്ടാവണമെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അറിവൊന്നും ഉണ്ടാവില്ല. വളരെയധികം ഓരോ കുട്ടികളെ കണ്ട് പരീക്ഷ ഇനിയിപ്പോൾ 4-5 മാസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ പഠിക്കാമെന്ന് ഉദ്ദേശിച്ചിട്ട് അതിൻ്റെ തലേദിവസം പഠിച്ചാൽ അത് കതിരിൽ വളം ചേർക്കുന്നത് പോലെയാണ്. അതേപോലെ ഓരോ സമയവും നമ്മൾ വില പിടിച്ചതാണ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മളതിന് വിദ്യ മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കണം. അതേപോലെ പണവും അങ്ങനെ തന്നെയാണ്. കിങ്കണന്മാരായുള്ളോർ കർത്തവ്യമുണ്ടായി വരാ. കിങ്കണൻ എന്ന് വെച്ചാലേ ഇതിപ്പോൾ ലേശം 10 ഉറുപ്പികയിലേ ഉള്ളൂ, അല്ലെങ്കിൽ 10 പൈസയിലേ ഉള്ളൂ. എത്ര നിസ്സാര എന്ന് വെച്ചാൽ അതിനെ നമ്മൾ മാറ്റിക്കളഞ്ഞ ആളുകൾക്കൊന്നും പണം ഉണ്ടാവില്ല. അത് വേണ്ട പോലെ അതിനെ പാഴാക്കാതെ വേണ്ട പോലെ ഉപയോഗിച്ച് വരുന്നവർക്കാണ് എന്തുണ്ടാവുള്ളൂ? പണം, അർത്ഥമുണ്ടാവും. അർത്ഥം എന്ന് വെച്ചാൽ ധനമുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് വേണം? ഭാഗ്യക്കുറി കിട്ടണം, അല്ലേ? അല്ലാതെ പണം ഉണ്ടാക്കാനും സാധിക്കില്ല.
കിം ദേവന്മാർക്കു ഗതിയും പുനരുത് കിമൃണന്മാർക്ക് നിത്യസൗഖ്യമുണ്ടായി വരാ. ഹൃണം എന്ന് വെച്ചാൽ കടാണ്. കിം ഹൃണന്മാർക്ക് എന്നാണ് പദം മുറിക്കുമ്പോഴേ. ഹൃണം എന്ന് വെച്ചാൽ കടം ഉണ്ടാവുക വിചാരിക്കുക. ഒരു ആ കടം മേടിച്ച ആളെ കാണുമ്പോൾ വലിയ വിഷമാണ്. അത് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ, എങ്ങനെയാണ് ഞാൻ മേടിച്ച കടം വീട്ടുക? കടമുള്ള ആളുകൾക്ക് ഒരിക്കലും ജീവിതത്തിൽ സമാധാന ശാന്തി ഉണ്ടാവില്ല. അപ്പോൾ കടമില്ലാതിരിക്കുക വേണ്ടത്. കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ. അതേപോലെ ഒരു ദേവനെയും ആരാധിക്കാത്തവർക്ക്, ഒരു ഈശ്വരനെയും ആരാധിക്കാത്ത ആളുകൾക്ക് ഒരു ഗതിയും ജീവിതത്തിൽ ഉണ്ടാവില്ല. ഗതി കിട്ടില്ല എന്നൊക്കെ പറയില്ലേ നമ്മൾ എന്നൊക്കെ പാർവതീദേവി തൻ്റെ സംശയത്തെ അങ്ങോട്ട് ദൂരീകരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാനെ അവിടെ നിന്ന് ചെയ്യണം? ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. ഇങ്ങനെ ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിച്ചാൽ പോരാ, എനിക്കത് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്നങ്ങോട്ട് പറഞ്ഞുകൊണ്ട് പാർവതി നിർത്തണു. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടപ്പോൾ പാർവതി പറഞ്ഞു, ഞാനത് നിനക്ക് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള ഞാൻ നിനക്ക് വിസ്തരിച്ച് പറഞ്ഞു തരാം. എന്താണ് ഇതിൻ്റെ പേര്? അധ്യാത്മരാമായണമെന്ന പേരിതീനിതം. അധ്യയനം ചെയ്തുള്ളവർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം. നമ്മൾ ഈ കേൾക്കാൻ പോകുന്ന ഈ പുസ്തകത്തിൻ്റെ പേരെന്താണ്? അധ്യാത്മരാമായണം. ഇതെന്താണ് ആ പേര് വരാൻ കാരണം? ഇത് കേൾക്കുന്നവർക്ക് ആധ്യാത്മികമായിട്ടുള്ള സമസ്ത ജ്ഞാനവും കൈവരും, അധ്യാത്മജ്ഞാനമുണ്ടായി വരും. അതുകൊണ്ടാണ്. ഇനിയോ എല്ലാം തന്നെ നമുക്കതുകൊണ്ട് ഉണ്ടാവും. മഹാദേവൻ പാർവതീദേവിയോട് വീണ്ടും പറയാണ്, ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യമീതെങ്കിലോ കേട്ടാലും നീ. അല്ലയോ പാർവതി ദേവി, ഇതാണ് കേട്ടിട്ടുണ്ടെങ്കിൽ ഭഗവാനിൽ ഭക്തി ഉണ്ടാവും. ഭക്തി ഉണ്ടായാൽ പിന്നെ മുക്തിക്ക് ഒരു വിഷമവുമില്ല. മുക്തി അതുകൊണ്ട് രഹസ്യമായിട്ടുള്ള ചരിത്രം ഞാൻ വിസ്തരിച്ച് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആരംഭിക്കുകയാണ് രാമായണ കഥ. ഇനി വിസ്തരിച്ചങ്ങനെ പറയുകയാണ്. അപ്പോൾ നമുക്കും തന്നെ വളരെ വിസ്തരിക്കാൻ നേരമില്ല. നമുക്ക് കുറേ കാര്യങ്ങൾ അഹല്യയുടെ വരെ കഴിക്കണം. സമയമാണെങ്കിൽ വളരെ കുറച്ചേ ഉള്ളൂ. എന്താ പറയണത്? പങ്ക്തികന്ധരമുഖരാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തതം ഭൂമിദേവി സന്തപ്രയാം ഭൂമിദേവി. പങ്ക്തികന്ധരമുഖ രാക്ഷസന്മാരാൽ. പങ്ക്തികന്ധരമുഖൻ എന്ന് വെച്ചാൽ എന്താണ്? പങ്ക്തി കന്ധരം ഇങ്ങനെ കൂട്ടം ഉണ്ടാവുക. അപ്പോൾ രാവണൻ എന്നർത്ഥം. പങ്ക്തികന്ധരൻ എന്ന് വെച്ചാൽ ആരാണ്? രാവണൻ എന്നർത്ഥം. രാവണൻ മുതലായവ രാക്ഷസന്മാരുടെ അധർമ്മപ്രവർത്തന മൂലം ഭൂമിദേവി സന്തപ്തയായി ദുഃഖിതയായി എന്നർത്ഥം. പണ്ട് ഈ ലോകത്തിലെ രാക്ഷസ സാമ്രാജ്യമാണ് വളരെ വിപുലമായിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മാലി, സുമാലി, മാല്യവാൻ മുതലായ 3 ഭയങ്കരന്മാരായ ദുഷ്ടന്മാരായിട്ടുള്ള രാക്ഷസന്മാർ. ആ രാക്ഷസന്മാരെ പിന്നീട് പാലാഴിമദനം അനന്തരമുണ്ടായിട്ടുള്ള പാലാഴിമദനം കഴിഞ്ഞപ്പോൾ ഒരു ദേവാസുര യുദ്ധമുണ്ടായി. ആ ദേവാസുര യുദ്ധത്തിൽ ദേവന്മാർക്കു വേണ്ടി ഭഗവാൻ നാരായണൻ ചക്രായുധം കൊണ്ട് അസുരന്മാരെയൊക്കെ വധിച്ചു. അതിൽ മാലിയും സുമാലിയും കൊല്ലപ്പെട്ടു. മാല്യവാൻ എതിർത്ത് നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ജീവനും കൊണ്ട് പാതാളത്തിൽ പോയി ഒളിച്ചു. അങ്ങനെ രാക്ഷസന്മാരുടെ ശക്തിയൊക്കെ അങ്ങനെ നശിച്ചിരിക്കുകയാണ്. അങ്ങനെ നശിച്ചിരിക്കുമ്പോഴാണ് എന്തുണ്ടായത്? എങ്ങനെയെങ്കിലും രാക്ഷസ സാമ്രാജ്യം ഇവിടെ നിലനിർത്തണം. അതിനെന്താണ് വഴി എന്ന് രാക്ഷസന്മാർ വീണ്ടും ആലോചിക്കുകയാണ്. ഇവർക്കൊരു മകളുണ്ട്. ആ മകളുടെ പേരാണ് കൈകസി. ആ കൈകസിയെ മനുഷ്യവേഷം ധരിപ്പിച്ച് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അവള് വിശ്രവസ് എന്നു പേരായിട്ടുള്ള മഹർഷിയുടെ അടുത്ത് വന്നു. തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്രവസ് ചോദിച്ചു, എന്താണ് നിനക്ക് വേണ്ടതെന്ന്. ഞാൻ എന്ത് ചോദിച്ചാലും അത് എനിക്ക് തരാമെന്ന് പറയണം. എന്നാൽ ഞാൻ പറയാം എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. ശരി, മഹാത്മാക്കൾക്ക് കൊടുക്കാൻ പറ്റാത്തതൊന്നുമില്ല. അപ്പോൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ എന്താ അറിയോ പറയേണ്ടത്? അങ്ങ് എന്നെ വിവാഹം കഴിക്കണം. ഇവള് രാക്ഷസിയാണ്. അവളാണ് മനുഷ്യവേഷം ധരിച്ച് വന്നിട്ടുള്ളത്. നിവൃത്തിയില്ലേ, അവളെ വിവാഹം കഴിക്കണു. അപ്പം അങ്ങനെ അവളെ വിവാഹം കഴിച്ച് അതിലവർക്ക് 3 പുത്രന്മാരുണ്ടാകുന്നു. എന്താണ്? പുരാവിശ്രവസ പുത്രോ രാവണോ നാമരാക്ഷസ.
ആസീൽ തസ്യ അനുജവൂ ശാസ്താം കുംഭകർണ വിഭീഷണവൂ. രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ എന്നു പേരായ 3 പുത്രന്മാരെ. ഒരു പുത്രി ഉണ്ടാവുന്നുണ്ട്. പുത്രിയെ പരിചയം ഉണ്ടാവും ഇല്ലേ? ആരാണ്? ശൂർപ്പണേഖ. അപ്പോൾ അവർ ബാല്യകാലത്ത് അസാമാന്യ ശക്തിയും ബലമുള്ളവരാണ് രാക്ഷസന്മാർ. അവരെന്താ ചെയ്തതെന്നറിയോ? തേതു തീവ്രേണ തപസാ പ്രത്യക്ഷീകൃത്യ വേദസം. അതികഠിനമായിട്ടുള്ള തപസ്സാചരിച്ച് ബലം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അവർ 3 പേരും ഗോകർണത്ത് വന്ന്, ഗോകർണത്ത് പോയവർക്ക് കാണാൻ സാധിക്കുന്ന അവിടെയാണ് രാവണ കുംഭകർണന്മാർ തപസ് ചെയ്തിരുന്ന സ്ഥലം എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവർ ചെന്ന് ബ്രഹ്മദേവ പ്രത്യക്ഷനാകൂ പ്രത്യക്ഷനാകൂ എന്നുറക്കെ പറഞ്ഞുകൊണ്ട് ഒറ്റക്കാലിൽ പഞ്ചാഗ്നി മധ്യസ്ഥനായി ഒറ്റക്കാലിൽ നിന്നുകൊണ്ടങ്ങനെ തപസ്സാരംഭിച്ചു. എത്ര കാലം കഴിഞ്ഞിട്ടും ബ്രഹ്മാവ് വരുന്നില്ല. രാവണന് ദേഷ്യം വന്നു. രാവണൻ എന്താ ചെയ്തത്? വാളെടുത്ത് തല ഓരോന്നോരോന്ന് വെട്ടി അഗ്നിയിൽ ഹോമിക്കാൻ തുടങ്ങി. അങ്ങനെ ഹോമിക്കാൻ 10 തലയാണ് രാവണനുള്ളത്. 10ാമത്തെ തലയും വെട്ടാൻ നോക്കിയപ്പോൾ എന്താ വന്നത്? ബ്രഹ്മദേവൻ അവിടെ പ്രത്യക്ഷമായി. രാവണ, സാഹസം പ്രവർത്തിക്കേണ്ട, എന്താ നിനക്ക് വേണ്ടത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് അമരത്വമാണ് വരം വേണ്ടത്. അമരത്വം എന്ന് വെച്ചാൽ എന്താണ്? മരണമില്ലാത്ത അവസ്ഥ. ബ്രഹ്മാവ് പറഞ്ഞു അത് കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ ലോകത്തിൽ ജാതസ്യ ഹി ധ്രുവോ മൃത്യോ ജന്മമൃതസ്യ ച. ജനിച്ചവർക്ക് മരണവും മരിച്ചവർക്ക് ജനനവും നിശ്ചിതമാണ്. അത് വിധിയുടെ വിധാനമാണ്. അതിനെ അന്യതയാകരിക്കാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല. അതുകൊണ്ട് ആ വരം തരാൻ പറ്റില്ല രാവണ, വേറെ എന്തെങ്കിലും ചോദിക്കേ പറഞ്ഞു. അപ്പോൾ എന്താ രാവണൻ വരം മേടിച്ചത്? രാവണോ മാനുഷാധന്യൈരവധ്യത്വം തദാത്മനാ. ഒരു മനുഷ്യൻ മാത്രമേ എന്നെ കൊല്ലാൻ പാടുള്ളൂ എന്നുള്ള വരാൻ മേടിച്ചത്. രാക്ഷസന്മാരെ അപേക്ഷിച്ച മനുഷ്യർ വളരെ നിസ്സാരന്മാരാണ്. നിസ്സാരന്മാരായിട്ടുള്ളവർക്ക് എന്താണ്? ഒരിക്കലും തനിക്ക് മരണം ഉണ്ടാവില്ല ഒരു മനുഷ്യൻ മൂലം എന്നുള്ള ഉത്തമ വിശ്വാസം കൊണ്ടാണ് രാവണൻ അങ്ങനെയുള്ള വരം വാങ്ങിച്ചത്. അപ്പോൾ ആ തഥാസ്തു, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. രാവണൻ്റെ 10 തലകളൊക്കെ പൂർവ്വസ്ഥിതി പ്രാപിച്ചു. ഇനി അടുത്ത ആളാരാണ്? കുംഭകർണനാണ്. കുംഭകർണ, നിൻ്റെ തപസ് കണ്ട് സന്തോഷിച്ചിരിക്കണു, തപസ് നിർത്തുക എന്ന് പറഞ്ഞു. എന്താ വരം വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുംഭകർണൻ എന്താ വരം മേടിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചതെന്നറിയോ? നിർദ്ദേവേത്വേച്ഛയാ നിദ്രാം കുംഭകർണോ വൃണീതച. ദേവന്മാരുടെ മുഴുവൻ ആധിപത്യം തനിക്ക് വേണം, അവരുടെയൊക്കെ എൻ്റെ തൊൽപ്പടിക്കാവണം അവർ എന്നുള്ള വരമാണ് ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ ആവശ്യപ്പെട്ടത്. അങ്ങനെ പറഞ്ഞില്ല, പുറത്തേക്ക് വന്നിട്ടില്ല ആഗ്രഹം. അപ്പോഴേക്ക് ദേവന്മാർക്കാകെ പരിഭ്രമമാവണു. അവർ സരസ്വതീ മാതാവിൻ്റെ അടുത്ത് ചെന്ന് പറയണു, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. എങ്ങനെയെങ്കിലും രാവണൻ കുംഭകർണൻ്റെ നാവിലൊന്ന് വിളയാടിയിട്ട് ആ വാക്കിൽ ചെറിയൊരു പിഴവ് വരുത്തണം എന്ന് പറയുകയാണ്. അപ്പോൾ എന്താ അങ്ങനെ പറയണത്? അപ്പോൾ അങ്ങനെ സരസ്വതി മാതാവ് അപ്പോൾ പറഞ്ഞു, ഇങ്ങനെയുള്ള ദുഷ്ടനായിട്ടുള്ള ഒരാളുടെ നാവിലൊക്കെ ചെന്നിരിക്കേ അശുദ്ധി എനിക്ക് ബാധിക്കില്ലേ? അതുകൊണ്ട് ദേവി വിഷമിക്കേണ്ട, ദേവിക്ക് അശുദ്ധി ഉണ്ടാവില്ല. കാരണം എന്താണ്? ഈ കുംഭകർണൻ്റെ നാവിൽ അശുദ്ധി ഉണ്ടാവാതിരിക്കാനൊരു കാരണം പറഞ്ഞു കൊടുക്കുകയാണ്. കൈകസി പ്രസവിച്ച് കുംഭകർണനെ നിലത്തിങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോഴാണത്ര എന്തുണ്ടാവുന്നത്? ഈ കാറ്റത്തെ പഴുത്ത മാവിൻ്റെ ഇല വന്ന് കുംഭകർണൻ്റെ വായിൽ വീണിട്ടുണ്ട്. പഴുത്ത മാവിൻ്റെ ഇല കൊണ്ട് നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കും. വളരെ ഐശ്വര്യത്തെ ഉണ്ടാക്കുന്നതാണത്, ലക്ഷ്മിത്വമുള്ളതാണത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ വായിലെ അശുദ്ധിയൊക്കെ അവൻ അറിഞ്ഞോ അറിയാതെയോ ഇല്ലാതായിട്ടുണ്ട്. ദേവി ധൈര്യമായിട്ട് ചെന്നിട്ട് എന്ത് ചെയ്തോളൂ? വായിൽ പ്രവേശിച്ചോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ സരസ്വതി മാതാവ് അങ്ങനെയാണ് ചെന്ന് അവൻ്റെ വായിൽ അങ്ങോട്ട് പ്രവേശിച്ചു. അവൻ നിർദ്ദേവേത്വച്ഛയാ, നിർദ്ദേവത്വമാണ് ആഗ്രഹിച്ചത്. എന്തായി ഇപ്പോൾ ചോദിച്ചപ്പോൾ എന്തായി? അത് നിദ്രേവത്വമായി. ഒരു രേപം, ഒരു രകാരം അക്ഷരാണ് പഴച്ചു. അപ്പോൾ അവൻ എന്താ വരമായിട്ട് കിട്ടിയത്? ഉറക്കമാണ് വരമായി ലഭിച്ചത്. 6 മാസം ഉറക്കം, 6 മാസം ഭക്ഷണം കഴിക്കലും, ഇതാണ് ഇത്. പിന്നെ ലോകോപദ്രവവും. അപ്പോൾ കുംഭകർണനും യോഗനിദ്രയിലാണ് എപ്പോഴും, നാരായണനും എപ്പോഴും യോഗനിദ്രയിലാണ് അല്ലേ? അനന്തശായിയായിട്ട് യോഗനിദ്രയിലാണ് എപ്പോഴും ഭഗവാൻ നാരായണൻ. അതേപോലെയാണ് കുംഭകർണനും യോഗനിദ്ര. ഭഗവാൻ യോഗനിദ്ര എപ്പോഴാണ് ഉപേക്ഷിക്കുക? ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ദുഷ്ടന്മാരുടെ ഉപദ്രവം സഹിക്കവയ്യാതെ ചെന്ന് അപേക്ഷിക്കും, ഭഗവാനെ
രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഭക്തന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ യോഗനിദ്ര ഉപേക്ഷിച്ച് ഉണരും. കുംഭകർണൻ എപ്പോഴാണ് ഉണരുക? തിന്നാനും അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെ ഉപദ്രവിക്കാനും. ഇങ്ങനെയാണ് അവരുടെ യോഗനിദ്രയുടെ വ്യത്യാസമുള്ളത്. അത് കുംഭകർണന് വരം കൊടുത്തു. ഇനി അടുത്ത വരം ആർക്കാണ്? വിഭീഷണനാണ്. വിഭീഷണ, അങ്ങേക്ക് എന്താണ് വരമായിട്ട് ആവശ്യമുള്ളത് ചോദിക്കുകയാണ്. വിഭീഷണോ വിഷ്ണുഭക്തിം വവ്രേ സത്വഗുണാന്യത. വിഭീഷണൻ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. എനിക്ക് വരമായിട്ടുള്ളത് ഭക്തിയാണ് വരമായിട്ട് വേണ്ടത് എന്നാണ്. അത് വളരെ അപൂർവം ആളുകളെ അങ്ങനെ ഭക്തി വരമായിട്ട് ചോദിക്കുക പതിവുള്ളൂ. നമ്മൾ ഭഗവാനെ പ്രത്യക്ഷമാക്കി ഭഗവാൻ വരം ചോദിച്ചാൽ നമ്മൾ ഭഗവാനിൽ നിന്ന് വരം മേടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അതേവരെ ഭഗവാനെ സേവിച്ചതിന് പ്രതിഫലം വാങ്ങിച്ച് പിരിഞ്ഞു പോകുക എന്ന അർത്ഥം. ഭക്തന്മാരൊരിക്കലും വരം ആഗ്രഹിക്കില്ല. ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ കാരുണ്യം, ഭഗവാനിലുള്ള ഭക്തി മാത്രം ഉണ്ടായാൽ മതി എന്നാണ്. പ്രഹ്ലാദൻ എന്താ പറഞ്ഞത്? എനിക്കൊന്നും ചോദിക്കാൻ തോന്നരുത് എന്നുള്ള വരം തരിക. ധ്രുവനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ആര് പറയണത്? വിഭീഷണനും പറഞ്ഞത്. വിഷ്ണുഭക്തിം വവ്രേ സത്വഗുണാന്യത. വിഭീഷണൻ വിഷ്ണുഭക്തിയെയാണ് വരമായിട്ട് വരിച്ചത്. തഥാസ്തു, അപ്രകാരം ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ 3 പേരും വരലബ്ധി കൊണ്ട് വന്ന് അഹങ്കാരികളായി തീർന്ന് രാവണൻ ലോകത്തെ മുഴുവൻ ജയിക്കുകയാണ്. ലോകം മുഴുവൻ ഇപ്പോൾ രാവണൻ്റെ കീഴിലാണ്. എന്താണ്? സൂര്യൻ ഉദിക്കണമെങ്കിൽ, ചന്ദ്രന് പ്രകാശിക്കണമെങ്കിൽ, വായുവിന് വീശണമെങ്കിൽ, അഗ്നിക്ക് ജ്വലിക്കണമെങ്കിൽ ഒക്കെ രാവണൻ്റെ അനുവാദം വേണം. അങ്ങനെ രാവണൻ പിന്നീട് എന്തു ചെയ്യുന്നു? മണ്ഡോദരിമയ സുതാം പരിണീയ ദശാനനം തസ്യാമുൽപാദയാമാസ മേഘനാദാഹ്വയം സുതം. ഇങ്ങനെ ദിഗ്വിജയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പാതാള ലോകത്ത് ചെല്ലേണ്ടത്. അവിടുത്തെ അധിപതി മയനാണ്. മയൻ പറഞ്ഞു, എന്നെ ഉപദ്രവിക്കരുത്, എന്നെ ആക്രമിക്കരുത്, എനിക്ക് അങ്ങയോട് യുദ്ധം ചെയ്യാനൊന്നും ശക്തിയില്ല. എൻ്റെ മകൾ മണ്ഡോദരിയെ ഞാൻ അങ്ങൾക്ക് സമർപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സമർപ്പിക്കുന്നു. മണ്ഡോദരിയെ കൊണ്ട് ലങ്കയിലേക്ക് വന്ന് വിവാഹം കഴിച്ച് പട്ടമഹിഷിയാക്കുന്നു. ആ മണ്ഡോദരിയിൽ ഒരു പുത്രനുണ്ടാകുന്നു. ആ പുത്രൻ്റെ പേരാണെന്ത്? മേഘനാഥൻ. പ്രസവിച്ച ഉടനെ തന്നെ മേഘത്തിൻ്റെ ഇടിവെട്ടില്ലേ, ആ ശബ്ദം പോലെയാണത്രേ ഗർജിച്ചത്. മേഘത്തിൻ്റെ നാദം പോലെയുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് അവന് മേഘനാഥൻ എന്നുള്ള പേര് വന്നത്. അവനാണ് പിന്നീട് രാമായണ കഥയിൽ ഇന്ദ്രജിത്ത് എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. ദേവേന്ദ്രനെപ്പോലും ജയിക്കാനുള്ള സാമർഥ്യം ജയിച്ച് കയ്യും കാലും കെട്ടി ലങ്കയിലെ ജയിലിൽ കൊണ്ടുവന്നു വെച്ചു ഇന്ദ്രജിത്ത്. അപ്പം അച്ഛനും മകനും കൂടി ലോകം മുഴുവൻ മുടിക്കുകയാണ്. മര്യാദകളൊക്കെ ഇല്ലാതായി തീർന്നു. എല്ലാവരും, ഭൂമിദേവി ഭാരം കൊണ്ട് വളരെ വിഷമിക്കുകയാണ്. എന്നിട്ട് എന്തു ചെയ്തു? ഭൂമിദേവി പശുരൂപം ധരിച്ചുകൊണ്ട് ബ്രഹ്മലോകത്ത് ചെന്ന് പറയുകയാണ്, ബ്രഹ്മദേവ, എന്ത് ഭാരം വേണമെങ്കിൽ ഞാൻ സഹിക്കാം. ശിവശിവ ദുർജനഭാരമേവ ഭാരം. ദുർജനങ്ങളുടെ ഭാരത്തെ എനിക്ക് താങ്ങാൻ പറ്റില്ല. എത്രയോ നിലകളുള്ള 10, 50, 100 നിലകളുള്ള കെട്ടിടങ്ങളുണ്ട് ഭൂമിയിൽ പല ദിക്കിലുമായിട്ട്. അതൊക്കെ എനിക്ക് താങ്ങാൻ ഒരു വിഷമവും. വലിയ വലിയ പർവ്വതങ്ങളൊക്കെ ഈ ഭൂമിയുടെ ഉപരിതലത്തിലാണ്. അതിനെ ഒന്നും താങ്ങാനോ വഹിക്കാനോ എനിക്ക് വിഷമില്ല. പക്ഷെ ദുഷ്ടജനങ്ങളുടെ ഭാരത്തെ സഹിക്കാൻ എനിക്ക് പറ്റില്ല. രാവണ, ഞാൻ സമുദ്രത്തിലേക്ക് താണു പോകുമെന്നുള്ള സ്ഥിതി വന്നു ചേർന്നിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ എന്താ ചെയ്തത്? അപ്പോൾ ഉടനെ തന്നെ ആ സമയത്ത് ബ്രഹ്മദേവനും ഇതിന് വേണ്ട ഒരു പ്രതിവിധി ചെയ്യാൻ സാധിച്ചില്ല. ബ്രഹ്മദേവൻ പറഞ്ഞു, നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടോ ആലോചിച്ചിട്ടോ ഒരു കാര്യമില്ല. ചിന്താഹി കാര്യപ്രതിബന്ധഹേതു. കാര്യത്തിന് തടസ്സമുണ്ടാക്കുന്നതാണ് എൻ്റെ ചിന്ത എന്നുള്ളത്. യാമപൃഥിവ്യാസഹ യത്ര തത്ര നാരായണോ ദാനവകാളരാത്രി. അസുരന്മാർക്ക്, രാക്ഷസന്മാർക്ക് എന്നും പേടിസ്വപ്നമായി വർദ്ധിക്കുന്നതാരാണ്? സാക്ഷാൽ നാരായണൻ. നമുക്ക് ആ നാരായണനെ വൈകുണ്ഠത്തിൽ ചെന്ന് ഭഗവാനോട് ഈ സങ്കടങ്ങൾ ഉണർത്തിക്കുക. അല്ലാണ്ട് നമ്മളിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറയുകയാണ്. പണ്ടൊരാൾ ചിന്തിച്ചതിൻ്റെ കഥ പറയാറുണ്ട്. നമ്മൾ ആവശ്യമില്ലാത്ത ചിന്ത മനസ്സിൽ വേണ്ടത് അത് ആപത്തുണ്ടാക്കുക ചെയ്യുക. എങ്ങനെ ചിന്തിച്ചതെന്നറിയോ? നല്ല സാമ്പത്തിക ശേഷിയുള്ള പണ്ടത്തെ ഒരു തറവാടാണ്. നല്ല കൃഷിയുണ്ട്, പണമാണെങ്കിൽ ധാരാളം പെട്ടിയിലും അലമാരയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, കന്നുകാലികളുണ്ട്.
അതേപോലെ പണിക്കാർ ധാരാളമുണ്ട്, അകത്ത് പണി പുറത്ത് പണി എല്ലാറ്റിനും ആളുകളുണ്ട്. അപ്പോൾ അതിലേറ്റവും മൂത്ത പ്രായം ചേർന്ന കാരണവർ ഒരു ദിവസം ഊണൊക്കെ കഴിഞ്ഞ് 2-3 തരം പായസമൊക്കെ ഉണ്ടാകും ഉച്ചയ്ക്ക് ഊണാൻ. അത്രയധികം ശേഷിയുള്ളവരാണ്. ഉമ്മർത്ത് വന്ന് ആ ചാരു കസേലയിൽ ഇങ്ങനെ ചാരി കിടക്കുകയാണ്. അപ്പോൾ തൊഴുത്തുണ്ട്, കാര്യസ്ഥന്മാർ തൊഴുത്തിൽ പശുക്കളെ ഇങ്ങനെ വരിയായിട്ട് നിർത്തിയിട്ടുണ്ട്. എനിക്ക് വൈക്കോല് പുല്ല് കൊടുക്കുന്നുണ്ട്, പുല്ല് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്, കഞ്ഞി കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പശുവിനെ ഇതെങ്ങനെ വെച്ചാൽ അതിൻ്റെ കൊമ്പ് ഇങ്ങനെയുണ്ട്, கொஞ்சം വളഞ്ഞിട്ടാണ്. അപ്പോൾ രണ്ടും കൂടി വൃത്താകാരത്തിലാണ് കൊമ്പ് കാണുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ചിന്ത, എൻ്റെ തല ഈ പശുവിൻ്റെ കൊമ്പിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കുമോ എന്നൊരാലോചന. അങ്ങനെ കുറേയൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്തായി, നല്ല ഊണ് കഴിച്ചതല്ലേ, നമ്മൾ പായസമൊക്കെ കൂട്ടി നല്ല ഊണ് കഴിച്ചാൽ ഉറക്കം വരും വേഗം ഉച്ചയ്ക്ക്. ഇദ്ദേഹം അങ്ങനെ മയങ്ങും ചെയ്തു. അതേപോലെ പിന്നെ പിറ്റേ ദിവസം ഇതേമാതിരി തന്നെ പശുവിൻ്റെ തല കാണും, കൊമ്പ് കാണും, തല കൊള്ളുമില്ലേ എന്നിങ്ങനെ ആലോചിക്കും. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ആലോചിക്കുക, എന്താ ഇപ്പം ഇത്ര ആലോചിക്കാനുള്ളത്? പശു എൻ്റെ തല എൻ്റെ തൊഴുത്തിൻ്റെ എന്താ, അവിടുന്ന് മെല്ലെ എഴുന്നേറ്റ് പോയി അതിൻ്റെ കൊമ്പും താടിയൊക്കെ പിടിച്ചു ഒഴിഞ്ഞു. അപ്പോൾ പശുക്കളായി ഇവിടെയൊക്കെ ഒഴിഞ്ഞു കൊടുത്താൽ അവിടെ നിശ്ചലമായിട്ട് നിൽക്കും. എന്നിട്ട് തല എല്ലാ കൊമ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുത്തു. കൊമ്പിൻ്റെ ഉള്ളിൽ കൂടെ തലയിൽ ഇട്ട് കൊടുത്താൽ അപ്പോൾ പശു അങ്ങോട്ട് വെകളി പിടിച്ചിട്ട് അങ്ങോട്ട് വിളകാൻ തുടങ്ങി. ആകെ പരിഭ്രമിച്ച് പശു തുടങ്ങി. പിന്നെ തല ഊരാൻ പറ്റുന്നില്ല. തല ഊരാൻ പറ്റാതെ ഇദ്ദേഹം വിഷമിച്ച് നിലവിളിക്കാൻ തുടങ്ങി. നിലവിളി കേട്ട് അടുത്തുള്ളവരൊക്കെ ഓടിക്കൂടി. എന്ത് ചെയ്തിട്ടും പശുവിൻ്റെ കൊമ്പിൻ്റെ ഉള്ളിൽ നിന്ന് തല എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ ചെയ്തതറിയോ? കരുവാനെ വിളിച്ചു കൊടുന്ന് അരൊക്കെ കൊടുന്ന് രാവി മുറിച്ച് ആ കൊമ്പ് രാവി ഇങ്ങോട്ട് മുറിച്ചു. എന്നിട്ട് തല എടുത്തിട്ട് പുറത്തേക്ക് എടുത്തു ഇദ്ദേഹത്തിൻ്റെ. അപ്പോൾ ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇത്രയും പ്രായവും ഇവരൊക്കെ ഉള്ള ആളല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ആലോചിച്ചിട്ട് വേണ്ടേ? അത് മാത്രം നിങ്ങൾ പറയരുത്. 6 മാസം ആലോചിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, എൻ്റെ തല ഇട്ടത് പറഞ്ഞു. അതുമാതിരിയുള്ള ആലോചന ഇരുതേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക? നമുക്കിപ്പോൾ ഉടനെ തന്നെ എവിടേക്കാണ് പോകേണ്ടത്? ആ പാലാഴിയിലേക്ക് ചെല്ലുക, വൈകുണ്ഠത്തിലേക്ക് ചെല്ലുക, ഭഗവാൻ നാരായണനോട് സങ്കടം ഉണർത്തിക്കുക. എല്ലാവരും കൂടി അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നിട്ട് ഭഗവാനോട് സങ്കടം ഇങ്ങനെ ഉണർത്തിക്കാൻ വേണ്ടി തുടങ്ങി. രാവണൻ്റെ വിദേശിതങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഭഗവാനോട് പറയുകയാണ്. ഭഗവാൻ യോഗനിദ്രയിലാണ്. യോഗനിദ്രയായിട്ടുള്ള ഭഗവാനെ എങ്ങനെയാണ് ഉണർത്തുന്നത്? ഭഗവാന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു സൂക്തമുണ്ട് ഋഗ്വേദത്തിലെ പുരുഷസൂക്തം. നമ്മൾ പുഷ്പാഞ്ജലിയൊക്കെ കൊടുത്താൽ ഈ പുരുഷസൂക്ത മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുക. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ ദൃഷ്ടുവ അത്യതിഷ്ഠൽ ദശാങ്കുലം എന്ന് തുടങ്ങുന്ന 10-18ഓളം മന്ത്രങ്ങളുള്ളതാണ് പുരുഷസൂക്തം. ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ പുരുഷസൂക്ത മന്ത്രം. അവന് കേട്ടില്ലേ? അപ്പോൾ ചോദിച്ചു, എല്ലാവരും കൂടി ഇപ്പം എന്താ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുള്ളത്? കുറേ ആളുകളുണ്ട്, ദേവന്മാർ, ഋഷിമുനിമാർ, പാർവതീദേവി, മഹാദേവൻ, ഭൂമിദേവി, എല്ലാവരും കൂടി ഇപ്പം എന്താ ഇവിടെ വരാൻ കാരണം ചോദിക്കുകയാണ്. അപ്പോഴാണ് പറയണത്, ബ്രഹ്മാവ് ഈ ഭഗവാനെയാണ് കണ്ടപ്പോൾ ഭഗവാന്റെ മാഹാത്മ്യങ്ങളെക്കുറിച്ച് സ്തുതിക്കണു. ഈ രാമായണത്തിലെ ആദ്യത്തെ സ്തുതി ബ്രഹ്മാവ് സ്തുതിക്കുന്ന സ്തുതിയാണ്. പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. മോക്ഷകാപികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിനരുതാതൊരു പാദാംബുജം. ഭഗവാനെ കാണണമെങ്കിൽ അത്ര പെട്ടെന്നൊന്നും എളുപ്പത്തിൽ സാധിക്കില്ല. യോഗീന്ദ്രന്മാർക്ക് പോലും കാണാൻ പറ്റാത്തതായിട്ടുള്ളവനാണ് ഭഗവാൻ. അനവധി കാലം തപശ്ചര്യകൾ അനുഷ്ഠിച്ചിരിക്കുന്നവർക്ക് പോലും ഭഗവത് ദർശനമുണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള അവിടുത്തെയാണ് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി കാണാൻ സാധിച്ചിട്ടുള്ളത്. അവിടത്തേക്ക് നമസ്കാരം. ഇനി സംസാരാമയ പരിതപ്രമാനസന്മാരാം പുംസാം മൽഭക്തി ഒഴിഞ്ഞില്ല ഭേഷജമോദം. അപ്പം ഈ ലോകത്തിലെ എല്ലാവരും സംസാരമാകുന്ന ആമയം പിടിപെട്ടിരിക്കുകയാണ്. ആമയം എന്ന് വെച്ചാൽ എന്താണ്? രോഗം. സംസാര രോഗത്താൽ പീഡിതരാണ് എല്ലാവരും. ജനിക്കുക, മരിക്കുക, ഭാര്യ, പുത്രൻ, ഗൃഹം, കുടുംബം, ഇതിൽപ്പെട്ട അങ്ങനെ കിടന്നുഴലുന്നതിനാണ് ഇതെന്ന് പറയുക, സംസാര ദുഃഖം അനുഭവിക്കുക എന്ന് പറയുക. അതിനെ ഒരു രോഗമായിട്ട് ഇവിടെ ചിത്രീകരിക്കുകയാണ്. അപ്പോൾ സംസാര ആമയ പരിതപ്രമാനസന്മാരാം. എന്തുകൊണ്ട് പരിതപ്രമാനസന്മാരാണ് ഇവിടുത്തെ ആളുകളൊക്കെ? സംസാരാമയം കൊണ്ട്, സംസാരമാകുന്ന രോഗം കൊണ്ട്. അപ്പോൾ ആ രോഗത്തിനെ നമ്മൾ എങ്ങനെയാണ് മാറ്റുക? ഭേഷജം, ഭേഷം ച മരുന്ന്. ഇപ്പോൾ രോഗം മാറ്റാനുള്ളതാണല്ലോ ഔഷധം.
ഈ സംസാരമാകുന്ന രോഗത്തിനെ എന്ത് മരുന്ന് കൊണ്ടാണ് മാറ്റാൻ പറ്റുക? ഭക്തി കൊണ്ട്. പുംസാം ത്വൽഭക്തി ഒഴിഞ്ഞില്ല ഭേഷജബോധം. ഭഗവാന്റെ പാദത്തിൽ ഭക്തിയെ വളർത്തുക, ഭഗവാന്റെ നാമത്തെ ജപിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, മാഹാത്മ്യങ്ങൾ കീർത്തിക്കുക, സജ്ജനങ്ങളുമായി സംഘം ചെയ്യുക, ഇതേപോലെയുള്ള സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ എന്തുണ്ടാവും? ഭക്തി ഉണ്ടാവും. ആ ഭക്തി അങ്ങോട്ട് വളർന്നാലോ ഈ സംസാര രോഗത്തെ നമുക്ക് നിശേഷം ഇല്ലാതാക്കാൻ സാധിക്കും. അതുകൊണ്ട് മരണമോർത്തു മമ മനസി പരിതാപം കരുണാമൃതനിധേ പെരുകേ വളരുന്നു. ഇവിടെ ഈ ലോകത്തിൽ ജനിച്ചു വീണവരൊക്കെ മരണഭയം കൊണ്ട് ആർത്തന്മാരാണ്. അപ്പം അതുകൊണ്ട് ആ മരണകാലേ തവ തരുണാരുണ സമാചരണ സരസിജ സ്മരണമുണ്ടാവാനായി ജന്മലാഭപ്പരപ്പുംസാം അന്തേ നാരായണ സ്മൃതി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ട പരമമായിട്ടുള്ള പ്രയോജനം എന്താണ്? അവസാനത്തെങ്കിൽ ഈശ്വരസ്മരണയുണ്ടാകുക, മരണസമയത്ത് ഈശ്വരസ്മരണയുണ്ടാകുക. അങ്ങനെ ഈശ്വരസ്മരണയോടുകൂടി നമ്മൾ മരിച്ചു പോകുകയാണെങ്കിൽ ഉത്തമമായിട്ടുള്ള ഗതിയെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. അതാണ് നമ്മൾ യോഗം കൊണ്ടും സാങ്ക്യം കൊണ്ടും ധർമാനുഷ്ഠാനം കൊണ്ടും ഒക്കെ സാധിക്കേണ്ടത്. അതിനുള്ള വരം എനിക്ക് തരേണമേ എന്ന് പറഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് ബ്രഹ്മദേവൻ ഇങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിച്ച് രാവണൻ്റെ വിജയശ്ചിതങ്ങളെക്കുറിച്ച് പറയണു. രാവണൻ എന്താണ്? നിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാം അയ്യോ. ലോകം മുഴുവൻ അധർമ്മ പ്രവൃത്തികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവൻ എന്താ വരം മേടിച്ചിട്ടുള്ളത്? ഒരു മനുഷ്യനാണ് അവനെ കൊല്ലാൻ പാടുള്ളൂ എന്ന്. അപ്പോഴാണ് ഭഗവാൻ അങ്ങനെ അവിടുന്ന് മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിൽ അവതരിച്ച് രാവണനെ കൊന്ന ധർമ്മത്തെ പരിപാലിക്കണമേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് ആര്? ബ്രഹ്മദേവൻ. നമുക്ക് ഈ സമയക്കുറവ് നിമിത്തം ആ സ്തുതി മാത്രം പറയാൻ 2-3 മണിക്കൂർ വേണം. നമുക്ക് പറഞ്ഞാൽ അവസാനിക്കില്ല. 2-3 വരികൾ മാത്രം എടുത്ത് പറയുക ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ അവിടുന്ന് ഭൂമിയിൽ അവതരിച്ച് ഞങ്ങളെ രക്ഷിക്കണേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഭഗവാൻ അതൊക്കെ കേട്ട് അവരോട് പറയുകയാണ്. തത്വജോ സത്യം കർത്തും ഉദ്യോഗമധ്യൈവമേ കശ്യപൻ ദശരഥനാംനാ രാജേന്ദ്രനായി. അപ്പം എന്താ ഭഗവാൻ പറഞ്ഞതെന്നറിയോ? ഞാൻ ഭൂമിയിലെ അഹം ദാശരഥിർഭൂത്വാ ഹനിഷ്യാമി ദശാനനം. ദശരഥൻ്റെയും കൗസല്യയുടെയും പുത്രനായി ശ്രീരാമൻ എന്ന പേരിൽ അവതരിച്ച് ആ രാവണാദികളെ വധിച്ചു കൊള്ളാം. നിങ്ങളൊക്കെ ഭയപ്പെടാതെ നിങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് പോയിക്കൊള്ളൂ എന്ന് പറയുകയാണ്. ആ സന്ദർഭത്തിൽ ബ്രഹ്മദേവൻ പറയാണ്, ദേവന്മാരോടൊക്കെ പറഞ്ഞു, ഭഗവാൻ നാരായണൻ മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ അവതരിക്കുമ്പോൾ എല്ലാ ദേവന്മാരും ഭഗവാനെ സേവിക്കുവാൻ വാനരരൂപികളായിട്ട് ഇവിടെ പിറക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ ആവാമെന്ന് ദേവന്മാർ സമ്മതിക്കുകയാണ്. ഭഗവാൻ അന്തർദാനം ചെയ്യണു. എല്ലാവരും പിന്നെ അവരുടെ സ്ഥാനങ്ങളിലേക്ക് പോകുന്നു. ആ സന്ദർഭത്തിൽ ഈ ആദ്യം തന്നെ ബ്രഹ്മദേവൻ്റെ അംശമായിട്ട് ഒരു വാനരനുണ്ട് രാമായണ കഥയിൽ. ആരാണത്? ജാംബവാൻ. ഇന്ദ്രദേവൻ്റെ അംശമായിട്ടൊരു വാനരനുണ്ട് രാമായണ കഥയിൽ. അതാണ് ബാലി. സൂര്യദേവൻ്റെ അംശമായിട്ട് ഒരു വാനരൻ രാമായണ കഥയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആരാണ്? സുഗ്രീവൻ. പവനദേവൻ്റെ അംശമായിട്ടൊരു വാനരനുണ്ട്. അതാണ് ഹനുമാൻ. പിന്നെ അഗ്നിദേവൻ്റെ അംശമായിട്ടൊരു വാനരനുണ്ട്. ആരാണത്? അത് നീലൻ. ഈ 61 വെള്ളം വാനരന്മാരുടെ സർവ്വസൈന്യാധിപനായിട്ട് യുദ്ധം നയിക്കുന്നത് നീലൻ എന്നു പേരായിട്ടുള്ള വാനരനാണ്. നീലൻ അങ്ങനെ വാലും പൊങ്ങിച്ച് കണ്ണും ഉരുട്ടിക്കൊണ്ട് അങ്ങോട്ട് തുടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കാലനും പോലും പേടിച്ചു പോകും. അത്രയധികം ശക്തിയാണ് ആർക്കുള്ളത്? നീലന്. വിശ്വകർമാവിൻ്റെ മകനായിട്ട് ഒരു വാനരൻ രാമായണ കഥയിലുണ്ട്. ആരാണത്? ആ വാനരനാണ് നളൻ. 100 യോജന വിസ്തീർണമുള്ള നീളത്തിലുള്ള സേതു ബന്ധിച്ചത്, പാലം കെട്ടിയത് ഈ നളൻ്റെ കരവിരുതാണ്. ഇതൊക്കെ നമുക്കിനി രാമായണ കഥയുടെ അവസാന ഭാഗങ്ങളിൽ ഇവരെയൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ ഓരോരുത്തരും വാനര രൂപത്തിൽ ഭൂമിയിൽ അങ്ങനെ ജനിച്ചു. എന്നിട്ട് എന്താണ്ടായത്? തൽക്കാലേ ഹരിപ്രമുഖന്മാരാം വിബുധന്മാരൊക്കവേ
ഹരിരൂപധാരികളായാരല്ലോ. അവിടെ ഒരു 4-5 വരികളിലായിട്ട് ഹരി, ഓരോ ശബ്ദത്തിലും ഹരി 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 എന്നുള്ള ശബ്ദമുണ്ട്. തൽക്കാലേ ഹരിപ്രമുഖന്മാരാം വിബുധന്മാരും, ഹരിപ്രമുഖന്മാരാം വിബുധന്മാരെന്ന് വെച്ചാൽ ആരാണ്? ദേവേന്ദ്രൻ എന്നർത്ഥമുണ്ട് ഹരി ശബ്ദത്തിന്. ദേവേന്ദ്രൻ മുതലായിട്ടുള്ള ദേവന്മാരൊക്കെ ഹരിരൂപധാരികളായാരല്ലോ, ഹരിരൂപധാരികളായിട്ട് തീർന്നു എന്ന് പറയാണ്. ഹരിരൂപധാരികൾ വെച്ചാലോ, ഹരി എന്ന് വെച്ചാൽ കുരങ്ങൻ എന്നർത്ഥമുണ്ട്. ഹരിശബ്ദത്തിൻ്റെ അർത്ഥം പറയുകയാണ്. ആദ്യത്തെ ഹരിശബ്ദത്തിന് ദേവേന്ദ്രൻ, രണ്ടാമത്തെ ഹരിശബ്ദത്തിന് കുരങ്ങൻ, വാനരൻ എന്നർത്ഥം. ഈ എന്താണ്, ലക്ഷ്മി ദേവിയും അതേപോലെ മഹാവിഷ്ണു ധർമ്മസംസ്ഥാപനാണ്, ഭക്തന്മാരെ സംരക്ഷിക്കാനാണെന്നാണ് പറഞ്ഞ് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടൊക്കെ വരിക. രാത്രിയൊന്നും ചിലപ്പോൾ വന്നു എന്ന് വരില്ല. ഒരു ദിവസം ലക്ഷ്മി ദേവിക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഭക്തന്മാരെ സംരക്ഷിക്കാനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയാൽ എനിക്കിവിടെ ആരാ സഹായത്തിനുള്ളത്? തോന്നിയ സമയത്ത് കയറി വന്നാൽ ഇതൊന്നും പറ്റില്ല, നേരത്തെ വരണമെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ആവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു തവണ പോയി, രാത്രി വന്നു. ലക്ഷ്മി ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പണ്ടത്ര വിഷ്ണു വന്നിട്ട് വാതിലിൽ മുട്ടണു. വാതിലിങ്ങനെ മുട്ടുക. അപ്പോൾ അങ്കുല്യക്കവാടേ പ്രഹരതി, ആരാണ് അങ്കുലി കൊണ്ട് കൈൻ്റെ വിരൽ കൊണ്ട് വാതിൽ ആ സമയത്ത് വന്ന് മുട്ടണേ ചോദിച്ചു. അത് അപ്പോൾ പറഞ്ഞു, പ്രിയേ മാധവ, നിൻ്റെ ഭർത്താവ് മാധവനാണ്. മാധവൻ എന്നുള്ള ശബ്ദത്തിന് വസന്തം എന്നൊരർത്ഥമുണ്ട്. വസന്താണ് പറഞ്ഞു. അല്ല, വസന്താണോ ചോദിച്ചു. അല്ല, ഹരിയാണ്, ഞാൻ ഹരിയാണ് നിൻ്റെ ഭർത്താവ്. ഹരി വിഷ്ണുവിൻ്റെ പര്യായല്ലേ. അപ്പോൾ ഹരിയാണെന്ന് പറഞ്ഞപ്പോൾ എന്താ ലക്ഷ്മി ചോദിച്ചാൽ, ആരാ കുരങ്ങനോ ചോദിച്ചു. നോ ചക്രി, അല്ല ചക്രി. ചക്രി എന്ന് വെച്ചാൽ എന്താണ്? വനമാലി ഗതീശാംഗി ചക്രി നന്ദകി എന്ന് പറയാൻ, ചക്രം കയ്യിലുള്ളവൻ ഹരി, വിഷ്ണുവിൻ്റെ അർത്ഥം. അപ്പോൾ ചക്രി എന്ന് വെച്ചാൽ വേറൊരു അർത്ഥം കൂടിയുണ്ട്, കുംഭാരൻ, കുലാലൻ എന്നർത്ഥമുണ്ട്. കിങ് കുലാല, ഈ കുടമൊക്കെ ഉണ്ടാക്കുക എങ്ങനെയാണ്? ചട്ടിയൊക്കെ ഉണ്ടാക്കുക, ചക്രം, വടി, മണ്ണ്, വെള്ളം, ഇതിൻ്റെയൊക്കെ സഹായത്താലാണ്. ആരാ കുലാലനാണോ കുംഭാരനാണോ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ചോദിച്ചതിന് മുഴുവൻ തന്നെ തറുതല പറഞ്ഞുകൊണ്ട് ലക്ഷ്മി എന്താണ് അങ്ങനെയുള്ള പരിഹാസ വാക്ക് കേട്ട് എളിപ്പനായിട്ടുള്ള ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്. അതെന്താവട്ടെ. അപ്പോൾ നമ്മൾ 2 ഹരിയുടെ ശബ്ദം പഠിച്ചു. ഇനി എന്താണ്? മാനുഷഹരി സമഹായാർത്ഥമായി തതസ്തോ. ഇപ്പം മാനുഷഹരി എന്ന് വെച്ചാൽ അവിടെ ആരാണ്? ശ്രീരാമനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാനുഷഹരി സമവിവേക വിക്രമത്തോടെ, മാനുഷഹരി സമവിക്രമം, മാനുഷഹരിയായിട്ട് ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്, നരസിംഹമായിട്ട് ഇല്ലേ. പകുതി ശരീരവും പകുതി കഴുത്ത് ശരീരം എന്താണ്? മനുഷ്യൻ്റെയും പകുതി സിംഹത്തിൻ്റെ രൂപത്തിൽ അവതരിച്ചല്ലേ. അപ്പോൾ സിംഹവിക്രമ രൂപത്തോടുകൂടി അങ്ങനെ ഓരോ ദേവന്മാരും ഭൂമിയിലേക്ക് ജനിച്ച് അവർ ഭഗവാന്റെ വരവും കാത്തുകൊണ്ട് പർവ്വതത്തിൻ്റെ ഗുഹകളിലെ, വൃക്ഷശിഖരങ്ങളിലെ, സമുദ്രതീരത്തൊക്കെ ഭഗവാന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ കഴിയാണ്. ഈശ്വരനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഭഗവാന് സേവ ചെയ്യുവാൻ വേണ്ടി അങ്ങനെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്താണ് എന്തുണ്ടാകുന്നത്? അയോധ്യയിലെ ദശരഥൻ എന്നു പേരായിട്ടുള്ള രാജാവ്, അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളൊക്കെ അവിടെ വർണ്ണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 3 പത്നിമാരാണ് പ്രധാനമായിട്ടുള്ളത്. കൗസല്യ, കൈകേയി, സുമിത്ര. അദ്ദേഹത്തിന് പ്രായമായി, കുട്ടികളില്ല, ആകെ വിഷമായിട്ട് ഇരിക്കുകയാണ്. ഗുരുനാഥനായിട്ടുള്ള വസിഷ്ഠനോട് ചോദിച്ചു, എന്താണ് ഇനി കുട്ടികളുണ്ടാവാൻ വേണ്ടത്? എനിക്കാണെങ്കിൽ പ്രായമായി, രാജഭാരം ആരെയാണ് ഏൽപ്പിക്കേണ്ടതെന്നറിയാതെ വിഷമിക്കുകയാണ് ഞാൻ. വസിഷ്ഠൻ പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട, അങ്ങേക്ക് 4 പുത്രന്മാരുണ്ടാവാനുള്ള യോഗമുണ്ട്. അങ്ങ് അതിനെന്തു വേണം? പുത്രകാമേഷ്ടി എന്നൊരു യാഗം കഴിക്കണം. ആ യാഗം കഴിക്കാൻ സമർത്ഥനായിട്ടൊരാളുണ്ട്. ആരാണ് ആൾ? ഋഷ്യശൃംഗൻ എന്നു പേരായിട്ടുള്ള മഹർഷി കാട്ടിൽ തപസ് ചെയ്യുകയാണ്. അദ്ദേഹത്തെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹത്തെ ആളയച്ചു വരുത്തുന്നു, കാര്യം പറയണു. ഋഷ്യശൃംഗ മഹർഷിയുടെ കാർമ്മികത്വത്തിൽ വസിഷ്ഠൻ്റെ മുഖ്യ പുരോഹിതത്തിന് കീഴിൽ യാഗശാലയൊക്കെ പണിത് യാഗം അങ്ങനെ ആരംഭിച്ചു, പുത്രകാമേഷ്ടി യാഗം. ആ യാഗത്തിൻ്റെ അവസാനത്തെങ്കിൽ യാഗശാലയിൽ നിന്ന് ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിനാൻ വന്യദേവൻ. സാക്ഷാൽ അഗ്നിദേവൻ തന്നെ സ്വർണ്ണപാത്രത്തിൽ പായസവുമായി പൊന്തി വന്ന്
ആ പായസം ദശരഥനെ ഏൽപ്പിക്കുന്നു. ദശരഥനോട് പറഞ്ഞു, ഇത് ഭക്ഷിച്ചാൽ അങ്ങയുടെ ഭാര്യമാർ ഗർഭം ധരിക്കും, കുട്ടികളുണ്ടാവും. ഉടനെ 2 ഭാര്യമാർക്ക് കൗസല്യയ്ക്കും കൈകേയിക്കും കൊടുത്തു. അപ്പോഴേക്ക് സുമിത്ര വരണു, സുമിത്രയ്ക്ക് ഇവർ കൊടുക്കണു. അങ്ങനെ 3 ഭാര്യമാരും ഗർഭിണികളാണ് അവിടെ. അങ്ങനെ ഉള്ള സമയത്ത് എന്താണ്ടാവുന്നത്, രാജാവിന് വളരെയധികം സന്തോഷമായി. ഗർഭരക്ഷയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണു. ബ്രാഹ്മണരെ കൊണ്ട് ജപം ഹോമമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണു. അങ്ങനെ ദാനധർമ്മങ്ങളും ബ്രാഹ്മണർക്ക് പശുദാനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഗർഭം പരിപൂർണമായി തീരുന്നത്. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. അച്യുതൻ എന്ന് വെച്ചാൽ എന്താണ്? ഭഗവാൻ. അച്യുതി എന്ന് വെച്ചാൽ നാശം. നാശമില്ലാത്ത ഭഗവാൻ. ഈ ലോകത്തിലെല്ലാം നശിക്കുന്നതാണ്, ഭഗവാന് മാത്രമേ എന്തുള്ളൂ? നാശമില്ലാത്ത അവസ്ഥയുള്ളൂ. അപ്പോൾ നാശമില്ലാത്ത ഭഗവാൻ കൗസല്യയിൽ കൂടെ 5 ഗ്രഹങ്ങളിൽ ഉച്ചത്തിൽ നിൽക്കുന്ന അവസരത്തിലാണ് ഭൂമിയിൽ അവതരിച്ചത്. എന്തൊക്കെയാണ്? നക്ഷത്രം പുനർവസു നവമീയല്ലോ ദിതി. അന്നത്തെ നക്ഷത്രം എന്താണ്? പുനർത്തം. നവമിയാണ് പക്കം. നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി. പിന്നെ ജാതകം പറയുകയാണ്. നക്ഷത്രാധിപൻ എന്ന് വെച്ചാൽ ആരാണ്? ചന്ദ്രൻ. നക്ഷത്രങ്ങളുടെ അധിപതി ചന്ദ്രനാണ്. ചന്ദ്രനോട് കൂടിയിട്ട് ബൃഹസ്പതി, വ്യാഴം ഏറ്റവും നല്ല സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഒരു ജാതകം കിട്ടിയാൽ ആദ്യം തന്നെ എന്താ നോക്കുക? വ്യാഴം ഇഷ്ടഭാവത്തിലാണോ, വ്യാഴം തെളിഞ്ഞിട്ടുണ്ടോ, വ്യാഴം പ്രസാദിച്ചിട്ടുണ്ടോ എന്നാണ് നോക്കുക. എന്തെല്ലാം ആ ജാതകത്തിൽ ദോഷങ്ങളുണ്ടെങ്കിലും വ്യാഴത്തിന് അനുകൂല ഭാവമുണ്ടെങ്കിൽ, വ്യാഴം പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ ആ ദോഷങ്ങളെയൊക്കെ ഇല്ലാതാക്കും. ലക്ഷം ദോഷാൻ ഹന്തി എന്നാണ് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത്. ലക്ഷം ദോഷങ്ങളുണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ടോ എല്ലാം ശരിയാവും. ഒരു ദോഷം പേടിക്കേണ്ട എന്നാണ് പറയുക. അപ്പം അങ്ങനെ വളരെ ഉച്ചത്തിലാണ് ജാതകം ഉള്ളത്. അടുത്ത ദിവസം കൈകേയി പ്രസവിക്കുന്നു, പൂയം നക്ഷത്രത്തിൽ ഒരു ആൺകുട്ടിയെ. അതിൻ്റെ അടുത്ത ദിവസം സുമിത്ര പ്രസവിക്കുന്നു, 2 കുട്ടികളെ, ഇരട്ടക്കുട്ടികളെ. അപ്പോൾ എല്ലാവർക്കും തന്നെ സന്തോഷമായി. ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് രാജാവ് കൊതിച്ചത്. അപ്പോൾ 4 കുട്ടികളാണ് ഉണ്ടായത്. ഇങ്ങനെ ഭഗവാൻ അവതരിച്ച സമയത്ത് ആ കൗസല്യയ്ക്ക് ഭഗവാൻ തൻ്റെ ആ വിഷ്ണുവുമായ രൂപത്തിൽ ദർശനം കൊടുക്കുകയാണ്. വിഷ്ണു സ്വരൂപത്തിലുള്ള ആ ഭഗവാനെ കണ്ട് കൗസല്യ, സുന്ദരഗാത്രിയായ കൗസല്യാദേവിതാനും വന്ദിച്ചു, തെരുതരെ സ്തുതിച്ചു തുടങ്ങിനാൻ. അങ്ങനെ ആ ദേവി, കൗസല്യാദേവി, ഭഗവാന്റെ മഹിമകളെക്കുറിച്ച് അങ്ങനെ സ്തുതിക്കുകയാണ്. രാമായണത്തിൽ കൗസല്യാസ്തുതി വളരെ വിശേഷമാണ്. നമുക്ക് വന്ന് ഏതാണ്ട് അഹല്യാമോക്ഷം വരെ എത്തണമല്ലോ. അപ്പോൾ സ്തുതിയുടെ അർത്ഥത്തിലേക്ക് കിടക്കുന്നില്ല. കാരണം കിടന്നാൽ 1 or 2 വരി പറയാൻ തന്നെ വളരെയധികം സമയങ്ങൾ വേണ്ടിവരും. നമസ്തേ ദേവദേവാ ശംഖചക്രാബ്ജധര, നമസ്തേ വാസുദേവ മധുസൂദനാഹരേ. ഭഗവാനെ അവിടുന്ന് ദേവദേവനാണ്, ശംഖചക്രങ്ങൾ ധരിച്ചവനാണ്, വാസുദേവനാണ്. ഭഗവാന്റെ ഒരു പേരാണ് എന്ത്? വാസുദേവൻ എന്ന്. മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ്റെ മുഴുവൻ പേരും എന്താണ്? വാസുദേവ കൃഷ്ണൻ എന്നാണ്. അപ്പോൾ എന്താ ഈ വാസുദേവൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വസുദേവരുടെ പുത്രനാകയാൽ ഭഗവാന് വാസുദേവൻ എന്നുള്ള പേരുണ്ട്. വസുദേവരുടെ പുത്രനാകുന്നതിന് മുമ്പും ഭഗവാനെ എന്തെന്നാ പറയുക? വാസുദേവൻ എന്നാണ് പറയുക. വാസയതി ഭൂതാനി അസ്മിൻ ഇതി വാസു. സർവ്വജീവജാലങ്ങളിലും വസിക്കുന്നവൻ എന്നാണ് വാസു എന്ന ശബ്ദത്തിന് അർത്ഥം വരുന്നത്. ഭഗവാൻ സർവ്വജീവജാലങ്ങളിലുമുണ്ട്, സർവ്വജീവജാലങ്ങളും ഭഗവാനിലുമുണ്ട്. അതാണ് വാസു എന്ന ശബ്ദത്തിനർത്ഥം. ദേവൻ എന്ന ശബ്ദത്തിനർത്ഥം എന്നല്ല നമ്മൾ പറഞ്ഞതാണ്, പ്രകാശസ്വരൂപിയായിട്ടുള്ളവനാണ്. അങ്ങനെയൊക്കെയുള്ള ദേവനാണ് ഈ ഭഗവാൻ. മധുസൂദനനാണ്. അങ്ങ് മധുവിനെയും കൈടബനെയും വധിച്ച ചരിത്രം ദേവി മഹാത്മ്യം ഞങ്ങൾ വായിക്കുമ്പോൾ ആ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ എന്താണ്? മധുകൈടബന്മാരെ വധിക്കാൻ ദേവി അവതരിച്ചിട്ടുള്ള പുണ്യപ്രദമായിട്ടുള്ള ചരിത്രമാണ്. അപ്പോൾ മധുവിനെ വധിച്ചിട്ടുള്ളവനാണ്. അപ്പോൾ അങ്ങതാ ഇപ്പോൾ അവിടുത്തെ ജഡരത്തിലാണ് അന്തമില്ലാത്ത ബ്രഹ്മാണ്ടങ്ങൾ ശയിക്കുന്നത്. മാർക്കാണ്ഡേയ മഹർഷി ഭഗവാന്റെ ശ്വാസത്തിൽ കൂടെ അകത്ത് ചെന്നപ്പോൾ കണ്ടുല്ലോ, ലോകം മുഴുവൻ അവിടെ കാണുന്നു. പുറത്തു വന്നപ്പോൾ പ്രളയം കണ്ടില്ലേ? അതേപോലെ അങ്ങയുടെ വയറ്റിൽ അനവധി ബ്രഹ്മാണ്ടങ്ങളാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് അവിടുത്തെ മായ എന്നെ ബാധിക്കരുത്. ആ ലാളനാശ്ലേഷ്യാദി അനുരൂപമായിരിപ്പോൾ ഒരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധി. എനിക്ക് ലാളിക്കാനും ഓമാനിക്കാനുമായിട്ട്
അവിടുന്ന് ബാലരൂപത്തിൽ പ്രകാശിക്കണം എന്നങ്ങോട്ട് പറയുകയാണ്. അതനുസരിച്ചുകൊണ്ട് ബാലരൂപത്തെ ഭഗവാൻ പ്രാപിക്കുന്നു. എന്നിട്ടിതാ അവരെ അനുഗ്രഹിക്കുന്നു. പിന്നീട് ദശരഥ മഹാരാജാവ് ലാഭത്താൽ രാജ്യമൊക്കെ അലങ്കരിച്ച് കൊടിതോരണങ്ങളൊക്കെ ചാർത്തി ആ ലാഭത്തെ ആഘോഷിക്കണു. കുട്ടികളങ്ങനെ വളർന്നുകൊണ്ടിരിക്കണു. ഇനി അവരുടെ നാമകരണത്തിൻ്റെ സംഭവമാണ്. എന്താണ്, ആരാണ് കുട്ടികൾക്ക് നാമം പേരിടുന്നത്? ആ കുട്ടികൾക്ക് പേരിടുന്നത് വസിഷ്ഠ മഹർഷി, അവരുടെ ഗുരുനാഥനായിട്ടുള്ള വസിഷ്ഠ മഹർഷിയാണ് പേരിടുന്നത്. ശ്യാമള നിറം പൂണ്ട കോമളകുമാരന് രാമനെന്നൊരു തിരുനാമവുമിട്ടാൻ മുനി. മൂന്നമ്മമാരും ആ 4 കുട്ടികളെയും കൊണ്ട് വസിഷ്ഠ മഹർഷിയുടെ മടിയിലേക്കാണ്ട് വെച്ചു കൊടുക്കുകയാണ്. എന്താ അവിടെ സംസാരിക്കണേ? ശക്തി ഉണ്ടാക്കരുത് കേട്ടോ. ആ നീല നിറത്തിലുള്ള ഈ കുട്ടിക്ക് രാമൻ എന്നുള്ള പേര് കൗസല്യയുടെ കുട്ടിക്ക് നിർദ്ദേശിക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ പലപ്പോഴായിട്ട് രാമശബ്ദത്തിൻ്റെ അർത്ഥവും രാമശബ്ദത്തിൻ്റെ തത്വമൊക്കെ പറയണ്ടായി. പിന്നെ കൈകേയിയുടെ കുട്ടിക്ക് ഭരതൻ എന്ന പേര് ഭരണകാര്യങ്ങളിൽ നിപുണനാണ് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. പിന്നെ സുമിത്രയുടെ കുട്ടികൾക്ക് ലക്ഷ്മണനെന്നും ശത്രുഘ്നൻ എന്നുള്ള പേരിട്ടു. നാമധേയവും 4 പുത്രന്മാർക്കും വിധിച്ചേപം ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാൻ. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി അയോധ്യയിൽ അങ്ങനെ കഴിയാണ്. പിന്നീട് ആ കുട്ടികളുടെ ക്രമാനുഗതമായിട്ടുള്ള വളർച്ച, ആ വളർച്ചയിൽ ഓരോ അവരുടെ ബാലലീലകളൊക്കെ കണ്ട് എല്ലാവരും സന്തോഷിക്കണു. ആ ശ്രീകൃഷ്ണൻ്റെ ബാലലീല ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ ഇവരുടെ ബാലലീലകളൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട്. കുട്ടികളെ കാണാനും എടുക്കാനും ഒക്കെ ധാരാളം ആളുകൾ വരണു, പാരിതോഷങ്ങൾ കൊടുക്കണു. പിന്നെ ആ കുട്ടികളുടെ വളർച്ചയനുസരിച്ച് 3-4 വയസ്സായപ്പോഴേക്ക് വിദ്യാഭ്യാസത്തിന് കൊണ്ടുപോകുന്നു. വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിലാണ് വിദ്യാഭ്യാസം കഴിക്കുന്നത്. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് എല്ലാ വിദ്യയും അഭ്യസിച്ച് കഴിയണു. അതേപോലെ തന്നെ എല്ലാ ആയുധാഭ്യാസങ്ങളും പഠിച്ചു കഴിയണു. അപ്പോൾ അവർ സകലകലാ വല്ലഭന്മാരും സർവ്വവിദ്യാ വിശാരദന്മാരുമായിട്ട് ആ കുട്ടികളാണ് കഴിയാണ്. അങ്ങനെ കുട്ടികളും അമ്മയച്ചന്മാരും പൗരവാസികളുമൊക്കെ സന്തോഷത്തോടുകൂടി അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കാട്ടിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാമിത്ര മഹർഷി തപസ് ചെയ്യുമ്പോൾ മാരീചൻ, സുബാഹു മുതലായ രാക്ഷസന്മാർ വന്നത് മുടക്കുകയാണ്. ആ യജ്ഞത്തിന് അശുദ്ധ വസ്തുക്കളിട്ട് മാംസം, രക്തം, ചോര ഇതൊക്കെ വർഷിച്ച് അത് മുടക്കുകയാണ്. അപ്പോൾ അത് പാലിക്കാൻ വേണ്ടി, അത് വേണ്ട പോലെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അയോധ്യയിലേക്ക് വന്ന് ശ്രീരാമനെയും ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ടുവരുവാൻ വേണ്ടി എഴുന്നള്ളുകയാണ്. ഇപ്പോൾ വിശ്വാമിത്രന് തൻ്റെ തപശക്തി കൊണ്ടവരെ നശിപ്പിക്കാൻ ശക്തിയില്ലാതെയല്ല, സാക്ഷാൽ നാരായണൻ തന്നെ രാമനായി പിറന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ആ ഭഗവാനെ നേരിൽ കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അയോധ്യയിലേക്ക് വന്ന് അയോധ്യാധിപനോട് പറയണു, അങ്ങയുടെ കുട്ടികളെ എൻ്റെ കൂടെ യാഗരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞയക്കണമെന്ന്. അപ്പോൾ ദശരഥ മഹാരാജാവ് വളരെ ഓമനിച്ചുണ്ടായിട്ടുള്ള കുട്ടികളാണ്. എങ്ങനെയാണ് ഈ കാട്ടിലേക്ക്, രാക്ഷസന്മാർ നിറഞ്ഞ കാട്ടിലേക്ക് പറഞ്ഞയക്കുക എന്ന കാര്യത്തിൽ ഓർത്ത് വിഷമിക്കണു. അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, മഹാരാജാവെ അങ്ങ് വിഷമിക്കേണ്ട, അങ്ങയുടെ കുട്ടികൾ വെറും സാധാരണ ബാലന്മാരല്ല. ഇതാരാണ്? സാക്ഷാൽ മഹാവിഷ്ണു നാരായണസ്വാമിയാണ്, അങ്ങയുടെ മൂത്ത മകനായിട്ടുള്ള രാമൻ. ആ വിഷ്ണുവിൻ്റെ ശയനമായിട്ടുള്ള അനന്തനാണ് ലക്ഷ്മണൻ. ഭഗവാന്റെ ശംഖചക്രങ്ങളാണ് ലക്ഷ്മണനും അതേപോലെ തന്നെ ശത്രുഘ്നനും. ഈ വലിയ ദേവകാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വാമിത്ര മഹർഷി വന്നിട്ടുള്ളത് എന്ന് പറയുകയാണ്. പിന്നീട് അവിടെ വെച്ചിട്ട് വസിഷ്ഠ മഹർഷി ശ്രീരാമന് ചില ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ ഉപദേശത്തെയാണ് വാസിഷ്ഠ രാമായണം എന്ന് പറയുന്നത്. വളരെ ബൃഹത്തായിട്ടുള്ളതാണ് ആ ഉപദേശങ്ങളൊക്കെ. 32,000 ശ്ലോകങ്ങളാണ്. വാൽമീകി രാമായണത്തിൽ തന്നെ 24,000 ശ്ലോകങ്ങളേ ഉള്ളൂ. ഇതിൽ 32,000 ശ്ലോകങ്ങളുള്ളതാണ് ആ വാസിഷ്ഠ രാമായണം. അതൊക്കെ ഉപദേശിച്ച് ശ്രീരാമൻ്റെ സംശയമൊക്കെ തീർക്കണു. പിന്നീട് ആ മനമില്ലാ മനസ്സോടുകൂടി ദശരഥ മഹാരാജാവ് കുട്ടികളെ ആരുടെ കൂടെ പറഞ്ഞയക്കണു? വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പറഞ്ഞയക്കണു. വിശ്വാമിത്ര മഹർഷി ആ കുട്ടികളെയും കൊണ്ട് നേരെ അയോധ്യയിൽ നിന്ന് കാട്ടിലേക്ക് അങ്ങോട്ട് പുറപ്പെടുകയാണ്. പോണ വഴിക്ക് അവർക്ക് പല വിധത്തിലുള്ള ഉപദേശങ്ങളെ, മന്ത്രങ്ങളെ, തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണു. വിശപ്പും ദാഹവുമില്ലാതിരിക്കാൻ അവർക്ക് എന്തു ചെയ്തു കൊടുക്കണു? ബല, അതിബല എന്ന 2 മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണു. അങ്ങനെ കുറേ അങ്ങോട്ട് പോയപ്പോഴാണ് കാണുന്നത് എന്ത്? കാടിത് കണ്ടായോ നീ, കാമരൂപിണിയായ താടക ഭയങ്കരി വാണിയിടും ദേശമല്ലോ.
അവളെ പേടിച്ചാരും നേർവഴി നടപ്പില്ല. ഭുവനവാസീജനം ഭുവനേശ്വര പോറ്റി. വലിയൊരു കാടാണ് മുമ്പിൽ കാണുന്നത്. ഈ കാട്ടിൽ കൂടെ അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകണം നമുക്ക്, എന്നാലാണ് എൻ്റെ ആശ്രമത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷേ ഈ കാട്ടിൽ കൂടെ പോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ താടക എന്നു പേരായിട്ടുള്ള രാക്ഷസി അവിടെ താമസിക്കുന്നവളാണ്. ആര് ചെല്ലണോ അവളെയൊക്കെ അവൾ പിടിച്ചു തിന്നും. ആ പുറത്തേക്ക് കിടക്കേണ്ട ആളുകൾ വളരെ വളഞ്ഞ വഴി കൂടെ പോയിട്ടാണ് അങ്ങോട്ട് പോണത്. അതുകൊണ്ട് അവളെ പേടിച്ചാരും നേർവഴി നടപ്പില്ല. ഭുവനവാസീജനം ഭുവനേശ്വര പോറ്റി. അതുകൊണ്ട് ഭഗവാനെ അവളെ കൊല്ലണം, ഈ വഴി എല്ലാവർക്കും നടക്കുമാറാക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ഭഗവാൻ എന്തു ചെയ്യണോ? തൻ്റെ ആവനാഴിയിൽ നിന്ന് വില്ലെടുത്ത് അതിലൊരു ചെറുഞാണുലി കെട്ടി ഞാണുവലിച്ച് അതിലൊരു ശബ്ദമുണ്ടാക്കുന്നു. ആ ശബ്ദം അങ്ങോട്ട് കേട്ടപ്പോൾ താടക അട്ടഹസിച്ച് അലറിക്കൊണ്ട് അവിടെ വരുന്നു. ഉടനെ ഭഗവാൻ അവളുടെ നേർക്ക് ബാണമയക്കുന്നു. അവൾ മറിഞ്ഞു വീഴുന്നു. അവളൊരു യക്ഷി ശാപനിമിത്തം രാക്ഷസിയായി തീർന്നതാണ്. ഭഗവാനെ നമസ്കരിച്ച ഭഗവാന്റെ അനുഗ്രഹപ്രകാരം അവൾ ദേവലോകത്തേക്ക് പോകുന്നു. അങ്ങനെ ഭഗവാൻ രാമാവതാരത്തിൽ ആദ്യം വധിക്കുന്നത് ഒരു സ്ത്രീഹത്യയാണ്, താടകയെയാണ് വധിക്കുന്നത്. ഇതിൽ കൂടെയൊക്കെ വലിയ വലിയ ആധ്യാത്മിക തത്വങ്ങളാണ് അനാവരണം ചെയ്തിട്ടുള്ളത്. ഈ അവളെ പേടിച്ചാരും നേർവഴി നടപ്പില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഈ കാട എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെയാണ് കാടായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ മനസ്സിലെ താടക എന്ന് വെച്ചാൽ അഹങ്കാരം കൊടികുത്തി വാഴുമ്പോൾ നമുക്ക് നേർവഴിക്കൊന്നും ആരോടും ഒരു മതിപ്പുണ്ടാവില്ല, നേർവഴിക്ക് പോകാൻ സാധിക്കില്ല, നമ്മൾ തോന്നിയ മാതിരി വേണ്ടാത്തതൊക്കെ ചെയ്യും. അപ്പം മനസ്സിൽ നിന്ന് അഹങ്കാരത്തെ നീക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നേർവഴിക്ക് പോകാൻ പറ്റുള്ളൂ. അഹങ്കാര ശാപത്തിൽ കൂടെ മുന്നോട്ട് പോയാൽ ആപത്താണ് ബലം. ഇവിടെ കർത്താവും ഭോക്താവുമായിട്ടുള്ളത് ഈശ്വരൻ മാത്രമാണ്. ഈശ്വര മഹിമയാണ് ഈ ജഗത്ത്. സത്യധർമ്മങ്ങളെ കൊണ്ട് ഈശ്വരസ്വരൂപമായിട്ടുള്ള ജഗത്തിനെ ആരാധിക്കൂ, നിങ്ങൾ അമരന്മാരായിത്തീരും എന്നാണ് രാമായണവും ഭാഗവതവും ഒക്കെ നമുക്ക് പഠിക്കുന്നത്. അപ്പോൾ അഹങ്കാരത്തെയാണ് താടകയായി ചിത്രീകരിച്ചിരുന്നത് എന്നുള്ള തത്വമാണ് ഇതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് ആ താടകയ്ക്ക് മോക്ഷം കൊടുത്തതിന് ശേഷം അവർ വീണ്ടും അങ്ങനെ പോയിട്ട് എവിടെ എത്തുന്നു? ഈ താടക സുന്ദൻ എന്ന രാക്ഷസൻ്റെ ഭാര്യയും മാരീച സുബാഹുക്കളുടെ അമ്മയുമാണ്. അവർ ഈ വിശ്വാമിത്ര മഹർഷി കുട്ടികളെയും കൊണ്ട് തൻ്റെ വഴി നടന്ന് പിന്നീട് തൻ്റെ ആശ്രമത്തിലേക്ക് എത്തുന്നു. ആശ്രമവാസികൾ അദ്ദേഹത്തെ സ്വീകരിക്കണു. 1-2 ദിവസം അവിടെ വിശ്രമിച്ചു. ഇനിയിപ്പോൾ യാഗം, എന്നാൽ ഈ യാഗം ആരംഭിച്ചോളൂ, വാവ് ആയിട്ടുണ്ട്, തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. യാഗശാലയൊക്കെ പണിത് യാഗത്തിന് വേണ്ടി അങ്ങോട്ട് തുടങ്ങിയപ്പോഴേക്ക് എന്തുണ്ടായി? മാരീചൻ സുബാഹു മുതലായിട്ടുള്ള രാക്ഷസന്മാർ പടകളോടുകൂടി വന്ന് ആകാശമാർഗത്തിൽ കൂടെ വന്ന് ഇവിടേക്ക് മലിനപദാർത്ഥങ്ങളിട്ട് അത് മലീമസമാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇതാണുണ്ടായില്ലേ? ശ്രീരാമൻ 2 അസ്ത്രം തൻ്റെ ആവനാഴിയിൽ നിന്നുകൊണ്ട് എടുത്തു. ഒന്ന് ആഗ്നേയാസ്ത്രവും ഒന്ന് വരുണാസ്ത്രവും. ആഗ്നേയാസ്ത്രം സുബാഹുവിനെ ലക്ഷ്യമാക്കി അയച്ചു. വരുണാസ്ത്രം വായവ്യാസ്ത്രം മാരീചനെ ലക്ഷ്യമാക്കി അയച്ചു. സുബാഹുവിനെ വധിച്ചു കഴിഞ്ഞു. മാരീചൻ പല ദിക്കിലും ചെന്ന് രക്ഷപ്രാപിച്ചു. ആ അസ്ത്രത്തിൽ നിന്ന് മോചനം നേടാൻ സാധിച്ചില്ല. അവസാനം ശ്രീരാമചന്ദ്രസ്വാമിയുടെ കാൽക്കൽ വീണ് വന്ന് നമസ്കരിച്ചു. രക്ഷിക്കണേ, രക്ഷിക്കണേ, അസ്ത്രത്തെ പിൻവലിക്കണേ എന്ന് പറഞ്ഞു. ഭഗവാൻ കാരുണ്യനിധിയാണ്. ആരാവട്ടെ തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് രക്ഷയെ പ്രദാനം ചെയ്യുന്നവനാണ്. അസ്ത്രത്തെ പിൻവലിച്ചു. അന്നു മുതൽ മാരീചൻ ഭക്തനായിത്തീരാണ്. മാരീചൻ എന്താ ചെയ്തത്? കാവ്യമുണ്ട് ഉടുത്ത് രുദ്രാക്ഷമാലയണിഞ്ഞ് ഭസ്മക്കുരിയൊക്കെ ഇട്ട് രാമ 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 എന്ന് ജപിച്ചുകൊണ്ട് സമുദ്രതീരത്ത് ആശ്രമവും കെട്ടി രാമഭക്തനായിത്തീരാണ് അന്നു മുതൽ മാരീചൻ ചെയ്യുന്നത്. മറ്റു വന്നിട്ടുള്ള സൈന്യങ്ങളെയൊക്കെ ലക്ഷ്മണനും തന്നെ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ യാഗം വളരെ എളുപ്പത്തിൽ അവിടെ നിർവഹിച്ചു കഴിഞ്ഞു എന്ന് പറയുകയാണ്. വിശ്വാമിത്ര മഹർഷിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? വലിയ വലിയ ആധ്യാത്മിക തത്വങ്ങളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ രാമായണ കഥ എന്നോ നടന്നിട്ടുള്ള കഥയല്ല, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ ഓരോരുത്തരും രാമായണ കഥയിലെ കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഈ മാരീചനും സുബാഹുവിനും ഈ യാഗം മുടക്കിയത് കൊണ്ട് ഒരു മെച്ചമില്ല, 10 പൈസയുടെ ലാഭം അവർക്കില്ല. എന്നാലും ശരി, ലോകത്തിൽ ആരെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനോ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനോ വേണ്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ
അതിനെ എങ്ങനെയെങ്കിലും അതിനെ തടസ്സമുണ്ടാക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കാറുണ്ട്. അവർക്കൊരു മെച്ചമുണ്ടായിട്ടല്ല, ആ കാര്യമൊന്നും ഭംഗിയായിട്ട് നടക്കരുത്. നമ്മൾ കാണാറില്ലേ, നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ തന്നെ കാണാറില്ലേ, അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരുടെ പ്രതിനിധികളാണ് ആരെ? മാരീചനും സുബാഹുവും. അപ്പോൾ അവരെയൊക്കെ നമ്മൾ നശിപ്പിക്കുക തന്നെ വേണം. അപ്പം നമുക്ക് അവസാനം എന്താണ്, ഇന്ദ്രജിത്ത് എല്ലാവരെയും മോഹാത്സ്യപ്പെട്ട് കിടത്തി, ബ്രഹ്മാസ്ത്രമയച്ച് മോഹാത്സ്യപ്പെടുത്തി കിടത്തിയപ്പോൾ ഹനുമാൻ ഔഷധത്തിന് വേണ്ടി ഹിമാലയത്തിലേക്ക് പോകുന്നുണ്ട്. ഹനുമാൻ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് അത് തടയാൻ വേണ്ടിയിട്ട് ഒരാളെത്തിയിട്ടുണ്ട്. ആരാ? കാലനേമി എന്നു പേരായിട്ടുള്ള രാക്ഷസൻ. അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല കാര്യങ്ങൾ ആര് ചെയ്യണോ അതിന് പ്രതിബന്ധം ഉണ്ടാക്കുക. അങ്ങനെ അതെന്നും കാണാം, അന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പോൾ പിന്നീട് ഇവർ കുട്ടികളെ, വിശ്വാമിത്രൻ പറഞ്ഞു, കുട്ടികളെ നിങ്ങളുടെ അച്ഛൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ടൊന്നുമല്ല ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ യാഗം സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെ അവിടെ എത്തിക്കാമെന്നുള്ള വാക്ക് കൊടുത്തിട്ടാണ്. പക്ഷെ നിങ്ങളെ അവിടെ എത്തിക്കുന്നതിന് മുമ്പ് അത്യാവശ്യമായി 1-2 കാര്യങ്ങളും കൂടി നിങ്ങളെ കൊണ്ട് നിർവഹിക്കേണ്ടതുണ്ട്. അതും കൂടി കഴിഞ്ഞ് വളരെ വേഗത്തിൽ നമുക്ക് എവിടേക്ക് പോവാം? അയോധ്യയിൽ ചെന്ന് നിങ്ങളുടെ അച്ഛനെയും നിങ്ങൾക്ക് കാണാൻ പോവാമെന്ന് പറഞ്ഞുകൊണ്ട് വൃഥാകാലം കളകെന്നുള്ളതും എന്നാണ് പറഞ്ഞ ബാലകന്മാരെ പോകാമിതിലാപുരിക്കുനാം. അവിടെ ജനക മഹാരാജധാനിയിൽ ജനകപുത്രിയായിട്ടുള്ള സീതയുടെ കല്യാണമാണ്. ത്രയംബകം എന്നു പേരായിട്ടുള്ള മഹേശ്വരതാപം ബന്ധിക്കുന്നവർക്കാണ് അത് കൊടുക്കുകയുള്ളൂ എന്നുണ്ട്. അതും നിങ്ങളെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആ മിഥിലയെ ലക്ഷ്യമാക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? വളരെ മനോഹരമായിട്ടുള്ള ഒരു ആശ്രമത്തിലെത്തുന്നത്. ആശ്രമപ്രദേശത്തെത്തുന്നത് എന്തുകൊണ്ടും ബ്രഹ്മലോകത്തെ പോലെ സുന്ദരമായിട്ടുള്ള ഒരു ദേശമാണത്. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ഇവിടെ എത്തിയപ്പോൾ എന്തോ മനസ്സിനൊരു പുതിയ അനുഭൂതി, സന്തോഷമുണ്ടാകുന്നു. ഇത് ആരുടെ ആശ്രമമാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഇത് ഗൗതമ മഹർഷിയുടെ ആശ്രമമാണ്. ഇന്നലെ നമ്മൾ ഗൗതമ മഹർഷിയെ പറഞ്ഞല്ലോ, ന്യായശാസ്ത്രത്തിൻ്റെ ആചാര്യനാണ് അദ്ദേഹം. മഹാദേവൻ്റെ നിർദ്ദേശപ്രകാരമാണ് ന്യായശാസ്ത്രം എഴുതിയിട്ടുള്ളത്. അനുഗ്രഹപ്രകാരവും കാരുണ്യപ്രകാരവുമാണ് എഴുതി മുഴുമിച്ചിട്ടുള്ളത്. ന്യായം, വൈശേഷികം, സാങ്ക്യം, യോഗം, മീമാംസ ഇതൊക്കെയാണ് 6 ശാസ്ത്രങ്ങളിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അഹല്യയാണ് ഗൗതമ മഹർഷിയുടെ ധർമ്മപത്നി. ആ അഹല്യ ഗൗതമൻ്റെ ശാപനിമിത്തം ഇവിടെ കല്ലായി കിടക്കുന്നുണ്ട്. അതിന് മോക്ഷപ്രാപ്തി കൂടി അവിടുത്തെ കൈവരിച്ചു കൊടുക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് അതിനുള്ള കാരണങ്ങളൊക്കെ എന്നാണ് ചോദിക്കുന്നത്. അഹല്യയെ ഗൗതമൻ ശപിക്കാനുണ്ടായ കാരണം, എങ്ങനെയാണ് ഭഗവാൻ അഹല്യയെ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചത്, പിന്നീട് അഹല്യ ഭഗവാനെ സ്തുതിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അടുത്ത ഭാഗങ്ങളിലായിട്ട് നമുക്കിവിടെ വായിച്ച് വർണ്ണിക്കാനുള്ളത്. അപ്പോൾ നമ്മളിനി അഹല്യാമോക്ഷമാണ് ഇനി പറയാനുള്ളത്. അത് നമുക്ക് നാളെ ടീച്ചർ വന്നിട്ട് അഹല്യാമോക്ഷം, സ്തുതി, സീതാസ്വയംവരം, ഭാർഗവഗർഭശമനം, അയോധ്യയിലേക്കുള്ള തിരിച്ചുപോക്ക്, അതേപോലെ അയോധ്യാകാന്ഡം തുടങ്ങി വയ്ക്കും. നാരദരാഘവ സംവാദം വരെയുള്ള ഭാഗങ്ങളൊക്കെയാണ് നാളെ പറയേണ്ടത്. നാളെ ഇതേപോലെ തന്നെ രാവിലെ 10 മണി വരെ വായന കഴിഞ്ഞ് വായനയ്ക്ക് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അപ്പോൾ സർവൈശ്വര്യപതിയും സർവമംഗള സ്വരൂപനുമായിട്ടുള്ള ഭഗവാന്റെ പാദപത്മങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും ഭക്തിയുണ്ടാവട്ടെ, അതിന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വാക്കുകൾ ഇവിടെ ഭഗവത് പാദത്തിൽ ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.